عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. حاسبوا قبل أن تحاسبوا. يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد. مجير عرضي وخذ بيدي مدى مددي. خليفة الله فينا محي الدين يا محي الدين يا محي الدين يا محي الدين. عبد القادر الجيلاني شرفت جيلانا بالميلاد ساكنه. علمت بالقبر بغدادا أماكنه. يزوره كل مشتاق ولكنه في بيته قد يلاقي محي الدين يا محي الدين يا محي الدين يا محي الدين. عبد القادر الجيلاني. വേദിയിൽ ഉപവിഷ്ടരായ ആദരണീയരായ സയ്യിദവറുകൾ, ഇവിടുത്തെ സ്ഥലം ഖത്തീബ് ഉസ്താദ്, മഞ്ച സാജ പ്രദേശങ്ങളിലെ ഖത്തീബ് ഉസ്താദുമാർ, ഇവിടുത്തെ മുഅല്ലിം ഉസ്താദുമാർ, നമ്മുടെ വേദിയിൽ പ്രൗഢമായ ഉദ്ഘാടന ചടങ്ങിന് നേതൃത്വം വഹിച്ച ദീർഘകാലം ഈ മഹല്ലത്തിന്റെ ഗൗരവാധ്യക്ഷരായി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ആദരണീയരായ വാലമുണ്ട ഉസ്താദ്, റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നിന്റെ ത്വഅത്തിലായി നൽകണേ അല്ലാഹ്. ഉമറാ നേതാക്കൾ മമ്മച്ച നല്ല ഒരു വിഷയം നിങ്ങളിലേക്ക് പറഞ്ഞു തന്നു. ജമാഅത്തിന്റെ കരുത്തരായ അധ്യക്ഷർ ഗൗസിയ യൂസുഫ് ച നമ്മുടെ ഈ ഭാഗങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ഉമറാ നേതൃത്വമാണ്. ഒരുപാട് ഉമറാ നേതൃത്വങ്ങൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. റബ്ബേ അവർക്കെല്ലാം ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് നിന്റെ ത്വഅത്തിലായി നീ നൽകണേ അല്ലാഹ്. ആമുഖം നീട്ടിയാൽ കുറെ സമയം വേസ്റ്റാകുമെന്ന് കരുതി വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ്. മാസിക ബദർ മൗലിദ് സ്വലാത്ത് മജ്ലിസ് 35ാം ഖുതുബിയ്യത്തിന്റെ വാർഷികമാണ് ഇവിടെ നടക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആലിമീങ്ങൾ, സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ഷരീഫ് ഹിമമി അടക്കം ഒരുപാട് ആലിമീങ്ങൾ ഇവിടെയുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ ഉദ്ഘാടന പ്രഭാഷണത്തില് ഉസ്താദ് പറഞ്ഞ ഹാസിബു ഖബ്ല അൻ തുഹാസബു എന്ന് ഉസ്താദ് നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ആ ഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് കേൾപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, തൃപ്തിയാകുന്ന രൂപത്തിൽ ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടമുണ്ടാകുന്ന രൂപത്തിൽ നമുക്ക് ഈ മജ്ലിസിൽ നിന്ന് പിരിയാൻ സാധിക്കണം. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്.
ലോകത്ത് ഒരുപാട് കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. എല്ലാവരും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ, ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന് ഒരു സമ്പൂർണമായ അർത്ഥം കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥ ഒരു മനുഷ്യന്റെ ജീവിതം സമ്പൂർണമാകുന്നത്. ജീവിതത്തിന്റെ ഒരർത്ഥത്തിന്റെ ഒരു തല നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 4 അർത്ഥതലങ്ങളുണ്ട്. ഒന്ന് വ്യക്തി ജീവിതമാണ്, വ്യക്തിയുമായുള്ള വ്യക്തി ജീവിതം. മറ്റൊന്ന് കുടുംബ ജീവിതം. മറ്റൊന്ന് സാമൂഹികമായി ഇടപെടുമ്പോൾ കൂട്ടുകാരുമായുള്ള ജീവിതം. മറ്റൊരു സാമൂഹികമായുള്ള ജീവിതം. 4 അർത്ഥതലങ്ങളാണ് ജീവിതത്തിലുള്ളത്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതം സമ്പൂർണമാകുന്നത് എപ്പോഴാണ്? ഒരു വ്യക്തിയുടെ ഈ 4 മേഖലകളിൽ പരിപൂർണമായി വീടുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം സമ്പൂർണമാകുന്നത്. ഈ അർത്ഥതലം തെറ്റി മാറുമ്പോഴാണ് അക്രമമുണ്ടാകുന്നത്, അനീതി ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ തലയിലേക്ക് കല്ലെറിയണമെന്നില്ല. അക്രമമെന്ന് പറഞ്ഞാൽ ഒരാളെ പിടിച്ചടിക്കണമെന്നില്ല. അക്രമം എന്നതിന്റെ ഡെഫിനിഷൻ പറയുന്ന സ്ഥലത്ത് മഹത്തുക്കൾ പറയുന്നത് കാണാം, ഒരു വസ്തുവിനെ ഏത് സ്ഥലത്തു വെക്കണോ, ഒരു വ്യക്തിക്ക് ഏത് ഗൗരവം നൽകണോ, ഒരു സ്ഥലത്തിന് എത്ര മഹത്വം നൽകണോ, അതിനെല്ലാം അർഹിക്കുന്ന മഹത്വങ്ങൾ കൊടുക്കുമ്പോഴേ പരിപൂർണമാകുന്നുള്ളൂ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയട്ടെ. നല്ല സുന്ദരമായ പള്ളിയുടെ മുറ്റത്തിരുന്നു കൊണ്ട് വഅദ് കേൾക്കുന്ന മുഅ്മിനീങ്ങളായ വാപ്പമാരെ, ഉമ്മമാരെ, ഈ കാണുന്ന കട്ടടമുണ്ടല്ലോ, ഈ കാണുന്ന നിർമ്മാണമുണ്ടല്ലോ, ഈ നിർമ്മാണത്തിന് ഒരു 10-15 ലക്ഷം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 25 ലക്ഷം 40 ലക്ഷം ചെലവഴിച്ചുണ്ടാക്കുന്ന വലിയ ഒരു കട്ടടത്തിന്റെ മുന്നിൽ ഈ പള്ളിയാകുന്ന കട്ടടത്തിന് തുല്യമല്ല. കാരണം പള്ളിക്ക് ബഹുമാനമുണ്ട്, പള്ളിക്ക് ആദരവുണ്ട്. ഈ ലോകത്ത് ആദ്യമായി അല്ലാഹു നിർമ്മിച്ചു തന്ന ഒരൊറ്റ ഭവനം, അത് പരിശുദ്ധ കഅബയാണ്, അത് പരിശുദ്ധ പള്ളിയാണ്. കട്ടടം വലുതാണെന്ന് പറഞ്ഞ് പള്ളി ചെറുതാണെന്ന് പറഞ്ഞു പള്ളിക്ക് കൊടുക്കേണ്ട ആദരവ് നൽകിയില്ലെങ്കിൽ, പള്ളിക്ക് നൽകേണ്ട ആദരവ് നൽകിയില്ലെങ്കിൽ, വലിയ 4 ഉയരമുള്ള ഗഗനചുംബി എന്ന് പറയുന്ന അമ്പരച്ചുംബികളായി നിൽക്കുന്ന വലിയ കട്ടടമാണ്. ആ കട്ടടത്തിന്റെ മുകളിൽ നിന്ന് എത്ര ഒച്ച വെച്ചാലും പ്രശ്നമില്ല, ചാടിയാൽ പ്രശ്നമില്ല, അവിടെ എന്തു ചെയ്താലും റബ്ബിന്റെ കോടതിയിൽ പ്രശ്നമല്ല. പക്ഷേ പള്ളിയുടെ ഉള്ളിലെങ്ങനെയല്ല, പള്ളിയുടെ പരിസരം എങ്ങനെയല്ല. പള്ളിക്ക് കൊടുക്കേണ്ട ആദരവ് നൽകിയില്ലെങ്കിൽ, പള്ളിക്ക് കൊടുക്കേണ്ട ബഹുമാനം നൽകിയില്ലെങ്കിൽ അത് അക്രമമാണ്, അത് അനീതിയാണ്. മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, ഒരു കാര്യത്തിന്റെ ഓർഡർ തെറ്റുമ്പോ, ഒരു കാര്യത്തിന്റെ തർത്തീബ് തെറ്റുമ്പോ, ഓർഡർ തെറ്റുമ്പോ അവിടെ അനീതി ഉണ്ടാകുന്നു. അതിനാണ് അക്രമമെന്ന ഡെഫിനിഷൻ പറഞ്ഞവരില്ലേ. ആ ഭാഗത്തേക്ക് ദീർഘമായി ഞാൻ കടന്നു പോകുന്നില്ല. മഹാനായ ആദരണീയരായ വലമുണ്ട ഉസ്താദ് ഇവിടെ പറഞ്ഞുവല്ലോ, ഹസിബൂ ഖബ്ല അൻ തുഹാസബൂ. ഓ
മുമ്പിലിരിക്കുന്ന മുഅ്മിനീങ്ങളെ, എന്നെയും നിങ്ങളെയും പടച്ചു പരിപാലിച്ച ജഗനിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഒരു ദിവസം ചോദ്യം ചോദിക്കുന്ന ഒരു വേദിയുണ്ട്, ഒരു ദിനമുണ്ട്, ഒരവസരമുണ്ട്. ആ ദിനം വരുന്നതിന്റെ മുമ്പ്, ആ അവസരം വരുന്നതിന്റെ മുമ്പ്, ആ ചടങ്ങുണ്ടാകുന്നതിന്റെ മുമ്പ് നിന്നെക്കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? ഈ സാരിയയുടെ മുറ്റത്ത്, പള്ളിയുടെ മുറ്റത്ത് ഒരുമിച്ച് കൂടിയ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിച്ച് വിജയത്തിലേക്ക് വിളിക്കുമ്പോ, ആഖിറത്തിലേക്ക് വിളിക്കുമ്പോ പള്ളിയിലേക്ക് വരാൻ മനസ്സ് തോന്നുന്നുണ്ടോ? നിസ്കാരത്തിലേക്ക് വരാൻ മനസ്സ് തോന്നുന്നവരുണ്ടോ? അവരാണ് ഹസിബു ഖബ്ല അൻ തുഹാസബു, ആ ഭാഗം ചിന്തിക്കുന്നവർ. എനിക്കൊരു കോടതി വരാനുണ്ട്, എനിക്കൊരാഖിറം വരാനുണ്ട്, എനിക്കൊരു മരണം വരാനുണ്ട്, എനിക്കൊരു ഖബർ ജീവിതമുണ്ട്. അത് ചിന്തിക്കുന്നവരാണ് പള്ളിയിലേക്ക് വരുന്നവർ. അത് ചിന്തിക്കുന്നവരാണ് ഖുതുബിയത്തിന് വരുന്നവർ. അത് ചിന്തിക്കുന്നവരാണ് സ്വലാത്ത് മജ്ലിസിലേക്ക് വരുന്നവർ. അൽഹംദുലില്ലാഹ്, ചെറിയ ഒരു ഗ്രാമം PMK മദനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ദീനിന്റെ പ്രഭ ഈ നാട്ടിലേക്ക് വിതറി. മഹാനായ വാലമുണ്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇന്നും ഇവിടെ ഒരുപാട് മജ്ലിസുകൾ നടക്കുന്നുണ്ട്. റബ്ബേ, അവർക്കെല്ലാം നീ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള റബ്ബേ, ജീവിച്ചുള്ളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. PMK ഉസ്താദ് അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഹസിബു ഖബ്ല അൻ തുഹാസബു, ഞങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് സ്വന്തമായി ഞങ്ങളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എൻ്റെ ഈമാനുള്ള ഉമ്മമാരെ, നമ്മുടെ ജീവിതത്തിന്റെ മേഖലകൾ എടുത്തു നോക്കിയാൽ ഒരു മനുഷ്യന്റെ ബാഹ്യ ജീവിതമുണ്ട്, ആന്തരികമായ ജീവിതമുണ്ട്. നമുക്ക് കാണുമ്പോൾ നല്ല ഒരു മനുഷ്യനാണ്, തൊപ്പി വെക്കുന്നവനാണ്, തലമറക്കുന്നവനാണ്, നമുക്ക് ബാഹ്യത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. പക്ഷേ ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നമ്മുടെ ബാഹ്യഭാഗങ്ങളെല്ലാം സുന്ദരമായി കാണുന്നതിനേക്കാളും നമ്മുടെ ഉള്ളാകുന്ന ആന്തരികമുണ്ടല്ലോ, അതെപ്പോഴാണ് ചന്തമാകുന്നത്, അതെപ്പോഴാണ് ക്ലിയറാകുന്നത്, അന്നൊരു മനുഷ്യന്റെ ജീവിതം സമ്പൂർണമാകുന്നു. നമ്മുടെ ജീവിതം എങ്ങനെ ആകണമെന്നറിയുമോ? മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശുദ്ധീകരിക്കണമെങ്കിൽ തഹൂറായ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വുളൂ ചെയ്യണമെങ്കിൽ തഹൂറായ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തഹൂറായ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കേണ്ടത്? അത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളത് കൊണ്ടാണെങ്കിൽ ഒരാളോട് ഉപദേശം പറയാൻ, ഒരാളോട് നല്ലത് പറയാൻ, മക്കളോട് നല്ലത് കൽപ്പിക്കാൻ, നാട്ടുകാരോട് നല്ലത് പറയാൻ, ഞാൻ സ്വന്തമായി എൻ്റെ ബാഹ്യവും ആന്തരികവുമായ ജീവിതം നന്നാക്കിയാലേ എനിക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ അവകാശമുള്ളൂ. തഹൂറായ വെള്ളം പോലെ എൻ്റെ ബാഹ്യ ജീവിതം സുന്ദരമാകുമ്പോ, എൻ്റെ ആന്തരികമായ ജീവിതം സുന്ദരമാകുമ്പോ എനിക്ക് പറയാൻ പറ്റും, നിസ്കാരത്തിലേക്ക് വാ, പള്ളിയിലേക്ക് വരണേ, സൽക്കർമ്മങ്ങളിലേക്ക് വരണേ, നോമ്പ് നോക്കണേ, ഹജ്ജ് ചെയ്യാൻ സൗകര്യമുള്ളവനാണെങ്കിൽ ഹജ്ജ് ചെയ്യണേ എന്ന് ദീനിന്റെ ഉപദേശങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അർഹത നമ്മുടെ ബാഹ്യ
ബാഹ്യം നന്നാകലോടുകൂടെ ആന്തരികമായുള്ള ജീവിതം നന്നാകുമ്പോൾ അത് സമ്പൂർണമാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. ഇന്ന് ബാഹ്യ ജീവിതം ചന്തമാണ്, നല്ല സുന്ദരമായ ബാഹ്യ അവയവങ്ങളാണ്, കാണുമ്പോഴുള്ള പെരുമാറ്റം നല്ല പെരുമാറ്റമാണ്. പക്ഷേ അവന്റെ ഉള്ളിലുള്ള ഉള്ളിരിപ്പ് സതിയുടേതാണ്, വഞ്ചനയാണ്, ഗീബത്താണ്. പരിശുദ്ധമായ ഇസ്ലാം അവിടുന്ന് പഠിപ്പിക്കുന്നു, ലാ തഹസ്സസൂ വലാ തജസ്സസൂ വലാ തഖാതഊ. നിങ്ങൾ ഒരാളെയും തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഒരാളെയും സ്ക്രൂട്ടനൈസ് ചെയ്ത് അവൻ എവിടേക്ക് പോകുന്നു, അയൽവാസിയാകുന്ന വീട്ടുകാരുടെ പ്രവർത്തനം എന്താണ്? ലാ തബ്ഹസു അൻ ഔറാത്തിൽ മുസ്ലിമീന വമആയിബിഹിം. ചില നാടുകളിൽ ചിലർക്കുള്ള പ്രവർത്തനം ജോലി തന്നെ മറ്റൊരാളുടെ കുറവ് കണ്ടുപിടിക്കലാണ്, മറ്റൊരാളുടെ ഐബത്ത് കണ്ടുപിടിച്ച് നാടിലാകെ ഫിത്നയും ഫസാദുമായി നടക്കുന്ന ചില ആളുകളിൽ ഇസ്ലാം പഠിപ്പിക്കുന്നു, വലാ തജസ്സസൂ. മറ്റൊരാളുടെ കുറവ് കണ്ടുപിടിക്കാൻ നിങ്ങൾ കളത്തിലിറങ്ങരുതേ. അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഒരാളുടെ തിന്മ കാണുമ്പോ, ഒരാളുടെ തെറ്റ് കാണുമ്പോ അത് നാട്ടിൽ പറയാനുള്ളതല്ല, ജനമധ്യത്തിന് അവനെ കുറവാക്കാനുള്ളതല്ല. കാരണം ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 ചില്ലാന വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൽ മുഅ്മിനീന മിനൽ മുഅ്മിൻ ദമഹു വമാലഹു വഇർളഹു. ഒരു മുസ്ലിം ഒരാളുടെ മാനമെടുത്തുകൂടാ, അഭിമാനം പിച്ച് ചീന്തുന്ന ഒരു പ്രവർത്തനവും ഒരു മുസ്ലിമിൽ നിന്ന് വന്നുകൂടാ. ഹറാമിലേർപ്പെടുന്ന സാഹചര്യങ്ങൾ കടിമപ്പെട്ടു ജീവിതത്തിൽ തെറ്റു ചെയ്യുന്ന ഒരു യുവാവിന്റെ തെറ്റിനെ മറ്റുള്ള കൂട്ടുകാരോട് പറഞ്ഞു വഷളാക്കുന്ന മനുഷ്യ, നിന്റെ അവസാനം വരുന്നതിന്റെ മുമ്പ്, നിനക്ക് മരണം വരുന്നതിന്റെ മുമ്പ്, നീ ഖബറിലേക്ക് ചെല്ലുന്നതിന്റെ മുമ്പ് അവൻ ചെയ്ത കുറ്റം നിന്നിലേക്ക് മടങ്ങുന്നതാണ്. ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ ഒരാളെയും തെറ്റു പരിശോധിച്ച് നടക്കുന്നവരാകരുത്, ഒരാളുടെയും കുറവ് പരിശോധിച്ചു നടക്കുന്നവരാകരുത്, കുടുംബബന്ധം മുറിക്കുന്നവരാകരുത്, തിരിഞ്ഞു നിന്ന് മുഖം തിരിഞ്ഞു പോകുന്നവരാകരുത്. വകൂനൂ ഇബാദല്ലാഹ് വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്യുന്ന കൂട്ടുകാരാകണേ. അല്ലാഹുവാണ് നമ്മുടെ റബ്ബ്. കണ്ണ് തന്ന അല്ലാഹ്, കാല് തന്ന അല്ലാഹ്, കൈകളെ തന്ന അല്ലാഹ്. ഹസിബൂ ഖബ്ല അൻ തുഹാസബൂ. ചോദിക്കാതെ, ആപ്ലിക്കേഷൻ ഇടാതെ ആരോഗ്യം തന്ന അല്ലാഹ്. ആദരണീയരായ വലമുണ്ട ഉസ്താദ് ഇവിടെ പറഞ്ഞു, എത്രയോ ആളുകൾ ഓരോ ദിവസം ഡയാലിസിസിന് അടിമപ്പെടുന്ന ആളുകളില്ലേ. അങ്ങനത്തെ ഒരു രോഗം അല്ലാഹ് ഞങ്ങൾക്ക് തന്നില്ലല്ലോ. കണ്ണിന്റെ കാഴ്ച റബ്ബ് എടുത്തില്ലല്ലോ. കേൾവിയുടെ ശക്തി അല്ലാഹു എടുത്തില്ലല്ലോ. നല്ല ആരോഗ്യം തന്ന അല്ലാഹ്, ആഫിയത്ത് തന്ന അല്ലാഹ്. അല്ലാഹുവിനെ എങ്ങനെയാണ് ഒരു ഈമാനുള്ള അടിമക്ക് മറക്കാൻ കഴിയുക?
റബ്ബേ നിനക്ക് ശുക്ർ ചെയ്യുന്ന അടിമകളെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഒരാളെയും ഐബ് കണ്ടുപിടിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് മുതിരരുത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകരുത്. തെറ്റുകൾ ചെയ്യുന്നവനെ രഹസ്യമായി വിളിച്ചവനിക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം. നല്ല ഹിക്മത്തിന്റെ രൂപത്തിൽ, തന്ത്രത്തിന്റെ രൂപത്തിൽ ഒരു തെറ്റിലേർപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന മാർഗനിർദ്ദേശനമുണ്ട്, മാർഗദർശനമുണ്ട്. ഒരാളെയും അഭിമാനം പിച്ച് ചീന്തരുത്, ഒരാളെയും രക്തം ചീന്തരുത്. ഒരാളെ കൊല്ലാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, ഒരാളെ തലയെടുക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. ഭീകരവാദം ഇസ്ലാമിലില്ല, തീവ്രവാദം ഇസ്ലാമിലില്ല. ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈസ മിന്നാ മൻ ദആ ഇലാ ഹസബിയ്യാ. ഉഗ്രവാദം ചെയ്യുന്നവൻ, തീവ്രവാദത്തിൽ ഏർപ്പെടുന്നവൻ അവൻ എന്നിൽപ്പെട്ടവനല്ല. ഇന്ത്യ രാജ്യത്തിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലേക്ക് രാജ്യത്തിൽ നിന്ന് മാത്രമല്ല വിദേശ ദിക്കുകളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾ വന്നപ്പോ നിന്റെ മതമേതാണെന്ന് ചോദിച്ചു തോക്കു ചൂണ്ടിയവിടെന്ന് കൊന്നുകളയുമ്പോ പേര് മുസ്ലിമിൻ്റെതാണെങ്കിൽ അവൻ മുസ്ലിമല്ല. നബി തങ്ങൾ പണ്ടേ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്, ലൈസ മിന്നാ മൻ ദആ ഇലാ ഹസബിയ്യാ. തീവ്രവാദം ചെയ്യുന്നവന്, ഭീകരവാദം ചെയ്യുന്നവന് അവൻ എന്നിൽ പെട്ടവനല്ല. മൻ ഖാതല അലാ അസ്വബിയ്യാ. ഉഗ്രവാദം ചെയ്യുന്നതിന്റെ ഇടയിൽ ഭീകരവാദത്തിൽ ഏർപ്പെട്ട് ഒരാൾ മരണപ്പെട്ടാൽ അവൻ എന്നിൽ പെട്ടവനല്ല. ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇസ്ലാമിന്റെ തനതായ ആശയമുണ്ടല്ലോ, ഇത് ലോകത്തേക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പേര് മുസ്ലിമിൻ്റെതായതുകൊണ്ട്, പേര് ഹിന്ദുവിൻ്റെതായതുകൊണ്ട്, പേര് ക്രിസ്ത്യാനിയുടേതായതുകൊണ്ട് അവനൊരു മുസ്ലിമല്ല, ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല. അവൻ ഭീകരവാദിയാണ്, അവൻ തീവ്രവാദിയാണ്. ലോകത്തുള്ള ഒരു ധർമ്മങ്ങളും ഒരു മതങ്ങളും ഭീകരവാദം പഠിപ്പിക്കുന്നില്ല. മതങ്ങള് തീവ്രവാദം പഠിപ്പിക്കുകയാണെങ്കിൽ, മതങ്ങള് തീവ്രവാദം പഠിപ്പിക്കുകയാണെങ്കിൽ അത് മതമാകില്ലല്ലോ. റബ്ബേ, എല്ലാ തീവ്രവാദങ്ങളെ തൊട്ട് നമ്മുടെ രാജ്യത്ത് നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ദീനിനെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മാർഗമുണ്ട്. ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിലാകണം നമ്മുടെ ജീവിതം. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു തരുന്ന മാർഗനിർദ്ദേശനമല്ല ഞങ്ങൾ സ്വീകരിക്കേണ്ടത്. ആ ഭാഗം ഞാൻ തൽക്കാലമായി നിർത്തുകയാണ്. ഞങ്ങളെ ജീവിതത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. എനിക്ക് ഫ്രീ ഉള്ള സമയത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സാഹചര്യം സ്കൂള് കോളേജുകൾ അടച്ചിട്ട് അവധിയാണല്ലോ. നമ്മുടെ മക്കളെ ഞങ്ങൾ പള്ളിയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടോ? പൊതുവെ നമ്മുടെ നാടുകളിൽ ഒരു വിചാരമാണ്, കോളേജ് ലീവ് കിട്ടിയാൽ, സ്കൂളുകളിൽ ലീവ് കിട്ടിയാൽ അത് വിനോദ സഞ്ചാരത്തിനുള്ളതാണ്, അത് പൊളിക്കാനുള്ളതാണ്, അത് കളിക്കാനുള്ളതാണെന്നുള്ള വിശ്വാസം, അങ്ങനത്തെ വിചാരമുള്ള ആളുകളുണ്ട്. അല്ല അല്ല,
നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ട് കാര്യമുണ്ടല്ലോ, ഭൂരിഭാഗം ആളുകളും വഞ്ചിച്ചു പോകുന്ന രണ്ട് കാര്യമുണ്ട്. അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. നിന്റെ ആരോഗ്യ സമയമുണ്ടല്ലോ, നിന്റെ ആഫിയത്തുള്ള സമയമുണ്ടല്ലോ, നിന്റെ ആരോഗ്യമുള്ള സമയം, അതിൽ പല ആളുകളും വഞ്ചിച്ചു പോകുന്നുണ്ട്. ആരോഗ്യമുള്ള സമയത്താണ് പള്ളിയിലേക്ക് വരേണ്ടത്, ആരോഗ്യമുള്ള സമയത്താണ് നിസ്കരിക്കേണ്ടത്, ആരോഗ്യമുള്ള സമയത്താണ് ധാരാളം നോമ്പുകൾ നോക്കേണ്ടത്, ആരോഗ്യമുള്ള സമയങ്ങളിലാണ് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. മറ്റൊരു കാര്യമാണല്ലോ സമയമെന്നുള്ളത്, ഒഴിവ് സമയമെന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ സമയത്തെ കുറിച്ച് സത്യം ചെയ്തു പറയുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലത്തെ തന്നെയാണ് സത്യമെന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. വൽ ഫജ്രി വലയാലിൻ നശ്ർ. ഫജ്ർ സമയത്തെ കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ സത്യം ചെയ്തു പറയുന്നുണ്ട്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ. ളുഹാ സമയത്തെ കൊണ്ട് റബ്ബ് സത്യം ചെയ്ത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആനിന്റെ പല സ്ഥലങ്ങളിലും സമയത്തെ കൊണ്ട് സത്യം ചെയ്തു പറയുന്നത് കാണാം. സമയമെന്നുള്ളത് വളരെയധികം വിലമതിക്കുന്ന ഒരു വിഷയമാണ്. സമയം കഴിഞ്ഞു പോകുമ്പോൾ ആയുസ് കഴിഞ്ഞു പോകുന്നുണ്ട്, നമ്മുടെ ആഫിയത്ത് നിങ്ങൾ ജീർണിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ ആരോഗ്യ സമയമുണ്ടല്ലോ, സ്വലാത്ത് നടക്കുമ്പോ, കുതുബിയത്ത് നടക്കുമ്പോ, ജമാഅത്ത് നടക്കുമ്പോ, വഅലുകൾ നടക്കുമ്പോ, പ്രഭാഷണങ്ങൾ നടക്കുമ്പോ, ദിക്ർ മജ്ലിസുകൾ നടക്കുമ്പോ, നല്ല കാര്യങ്ങൾ നാടുകളിൽ നടക്കുമ്പോ അതിന്റെ കൂടെ ചെലവഴിക്കാനുള്ളതാണ്. റബ്ബേ, നിന്റെ ത്വഅത്തിൽ ഏർപ്പെടാൻ ഞങ്ങൾക്ക് ആഫിയത്തുള്ള നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. മഹാനായ തഫ്സീർ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നത് കാണാം. ഇദാ ഫറഗ്ത മിൻ ഉമൂരി ദുനിയാ വ അശ്ഗാലിഹാ. ഈ ഭൗതികമായ ജീവിതത്തിന്റെ തിരക്കുകൾ കഴിഞ്ഞാൽ നീ ഒന്ന് ഫ്രീ ആയാൽ ഫൻസബ് ഇലൽ ഇബാദ. നീ സൽക്കർമ്മങ്ങളിലേക്ക് ഉളരി വരണം. നീ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാകണം, നീ നിസ്കരിക്കുന്നവനാകണം, നീ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാകണം. നിന്റെ ഒഴിവ് സമയം, സ്കൂളുകളിലെ ലീവ് സമയങ്ങൾ, കോളേജുകളിലെ ലീവ് സമയങ്ങൾ, അത് കേവല വിനോദ സഞ്ചാരത്തിന് മാത്രമല്ല. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നമുക്ക് ഇന്ന് സമയം ഇങ്ങനെ വെറുതെ മൊബൈൽ നോക്കി കളയാനുള്ളതാണ്. സമയം എത്രയാണ് വേസ്റ്റ് ചെയ്യുന്നത്? ഓരോ ദിവസങ്ങളും വെറുതെ ഇങ്ങനെ പാഴാക്കുന്നവരല്ല ഞങ്ങൾ. പക്ഷേ അല്ലാഹുവിന്റെ കോടതിയിൽ രണ്ട് ഘട്ടങ്ങളുണ്ട്. സമയത്തിന് വേണ്ടി രാജാധികാരനായ റബ്ബിന്റെ മുമ്പിൽ യാചിക്കുന്ന രണ്ട് സാഹചര്യമുണ്ട്, രണ്ട് രംഗമുണ്ട്. ഒരുപാട് പള്ളികളിൽ വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിലെ 2 റക്അത്തിലെ നിസ്കാരങ്ങളിൽ പറയുന്ന ഓതുന്നവരായത്തുണ്ട്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലു അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിനക്ക് മരണം വരുന്നതിന്റെ മുമ്പ്, നിന്റെ അവസാനമാകുന്നതിന്റെ മുമ്പ് നിനക്ക് നിന്റെ റബ്ബ് നല്ല ആഫിയത്ത് നൽകിയിട്ടുണ്ടല്ലോ, സമ്പത്ത് തന്നിട്ടുണ്ടോ? ആ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിക്കണേ. ഇനി മരണം വന്നാൽ മനുഷ്യൻ റബ്ബിനോട് പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. റബ്ബേ, ഒരൽപസമയം എന്റെ മരണമൊന്ന് നിനക്ക് പിന്തിച്ചു തരാൻ കഴിയുമോ അല്ലാഹ്?
മരണമാസന്നമായ സമയത്ത് അസ്റായീൽ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോ റബ്ബിനോട് യാചിച്ചാൽ, റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് ആയുസ് നീട്ടിത്തരില്ല, ഒരു സെക്കൻഡ് നീട്ടിത്തരില്ല. ഏത് രാജ്യത്താണോ, ഏത് സ്ഥലത്താണോ, ഏത് പറമ്പിലാണോ, ഏത് കാട്ടിലാണോ, ഏത് ഭൂമിയിലാണോ അല്ലാഹ് ഓർഡർ കൊടുത്തത്, ആ സെക്കൻഡിൽ ആ സമയത്ത് അസ്റായീൽ റൂഹ് പിടിക്കുന്നതാണ്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബിൻ ഫഅസ്വദ്ദഖ റബ്ബേ, നീ എനിക്കൊരൽപ്പ സമയം താമസം ചെയ്തു തന്നാൽ ഞാൻ എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്യാമല്ലാ, ഞാൻ തൗബ ചെയ്യാമല്ലാ, ഞാൻ റബ്ബിനോട് മാപ്പ് തേടാമല്ലാ. ഒരൽപ്പ സമയം പിന്തിക്കുമോ റബ്ബേ എന്നല്ലാഹുവിനോട് യാചിച്ചാൽ അല്ലാഹ് വിടില്ല, സമയം തരില്ല. വഅകും മിനസ് സ്വാലിഹീൻ, ഒരൽപ്പ സമയം തന്നാൽ ഞാൻ സൽക്കർമ്മം ചെയ്ത് സ്വാലിഹീങ്ങളിൽ പെടാം റബ്ബേ എന്ന് പറഞ്ഞാൽ അവിടെ ഓപ്ഷൻ ഇല്ല. അവന്റെ റൂഹ് അസ്റായീൽ കൃത്യസമയത്ത് പിടിക്കുന്നതാണ്. മറ്റൊരു രംഗമുണ്ട്. നാളെ അല്ലാഹുവിന്റെ കോടതിയാകുന്ന മഅ്ശറ വൻസഭയിൽ നിൽക്കുമ്പോ ഔ തഖൂല ഹീന തറൽ അദാബ ലൗ അന്ന ലീ കറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ. കഠിന കഠോരമായ വേദനാജനകമായ ശിക്ഷ വെളിവാക്കപ്പെടുമ്പോ മലക്കുകൾ അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിനോട് പറയും, റബ്ബേ ഒരു ജീവിതം എനിക്ക് മടക്കി തന്നാൽ റബ്ബേ ഞാൻ സൽക്കർമ്മം ചെയ്യാമല്ലാ, ഞാൻ നല്ല കാര്യങ്ങളിൽ ഏർപ്പെടാമല്ലാ. ഇല്ല ഇല്ല, ഓപ്ഷൻ ഇല്ല. ജീവിതത്തിലെ നല്ല സുന്ദരമായ ജീവിതം, ആഫിയത്തുള്ള ആരോഗ്യമുള്ള സമയങ്ങള് അത് പാഴാക്കിയ ജീവിതമാണോ, പാഴാക്കിയ മനുഷ്യനാണോ? ഈ രണ്ട് ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും രാവിലെ പുലരുമ്പോ ഓരോ ദിവസങ്ങളും മനുഷ്യരാകുന്ന ഞങ്ങളെ വിളിച്ച് ഞങ്ങളോട് അഭിസംബോധനം നടത്തുന്നുണ്ട്, സമയം വിളംബരം നടത്തുന്നുണ്ട്. മാമിയൗമിൻ എല്ലാ ഓരോരോ ദിവസം വിളിച്ചു പറയും, യബ്ന ആദം, ഓ മനുഷ്യ ഞാൻ അല്ലാഹുവിന്റെ പുതിയ ഒരു സൃഷ്ടിയാണ്. ഓരോരോ ദിവസം ഞങ്ങളെ തട്ടി ഉണർത്തുന്നുണ്ട്, മനുഷ്യ ഇന്നലെയുള്ള ദിവസമല്ല ഇന്നത്തെ ദിവസം, നിന്റെ ജീവിതം മാറ്റണേ. കള്ളു കുടിക്കുന്നവനാണെങ്കില്, ഗീബത്ത് പറയുന്നവനാണെങ്കില്, വ്യഭിചാരം ചെയ്യുന്നവനാണെങ്കില്, തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടുന്നവനാണെങ്കില് ഇന്നത്തെ ദിവസം നിന്റെ ഇന്നലെ പോലെയാകരുതേ. നിന്റെ ജീവിതം നീ മാറ്റണേ. ഇത് ഇന്നലത്തെ ദിവസമല്ല, ഇത് ഇന്നുള്ളൊരു പുതിയ ദിവസമാണെന്ന് ദിവസം എല്ലാ ദിവസവും ഞങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സമയമില്ല. ഞങ്ങൾ ജോലികളുടെ തിരക്കാണ്, നമ്മുടെ ബിസിനസിന്റെ തിരക്കുകളാണ്, നമ്മുടെ യാത്രകളുടെ തിരക്ക് കൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല അല്ലേ, നമുക്ക് പള്ളിയിലേക്ക് വരാൻ കഴിയുന്നില്ല. കാരണം തിരക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ് സാഅതു ഹത്താ യതഖാറബസ് സമാൻ. അന്ത്യനാളാകുമ്പോ, ഖിയാമത്ത് ദിവസം വരുമ്പോ
അല്ലാഹു സമയത്തെ ചുരുക്കിക്കളയുന്നതാണ്. ഒരു വർഷം ഒരു മാസം പോലെ കടന്നു പോകും. ഓരോ മാസങ്ങളും ആഴ്ച പോലെ ഞങ്ങളെ വിട്ട് യാത്ര പോകും. ഓരോ ആഴ്ചകളും ഓരോ ദിവസം പോലെ ഞങ്ങൾക്ക് മാസമാകും. ഓരോ ദിവസവും മണിക്കൂറുകളെ പോലെ ഞങ്ങളിൽ നിന്ന് കടന്നു പോകും. ഓരോ മണിക്കൂറുകളും തീ കത്തിയണയുന്നത് പോലെ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകും. അങ്ങനത്തെ സമയം വരാതെ അന്ത്യനാളുണ്ടാകില്ല സ്വഹബാ. സമയം ചുരുങ്ങിയതുപോലെ തോന്നുന്നത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈമാനുള്ള മുഅ്മിനേ, നിഅമതാനി മഗ്മൂനു ഫീഹിമാ കസീറും മിനന്നാസ്. അല്ലാഹ് ചെയ്ത നല്ല രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. അല്ലാഹ് സംവിധാനം ചെയ്തു തന്ന ഏറ്റവും നല്ല അനുഗ്രഹമാണല്ലോ അസ്സിഹ്ഹത്തു വൽ ഫറാഹ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ രണ്ട് കാര്യം ജീവിതത്തിൽ ശ്രദ്ധയോടെ പുലർത്തിയാൽ, ആരോഗ്യ സമയത്തിനൊരു ബഹുമതി കൊടുത്താൽ, ആഫിയത്തുള്ള സമയത്തൊന്നു ദീനി ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ, ഇസ്ലാമിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ, ഒഴിവുള്ള സമയമാണോ സൽക്കർമ്മങ്ങളിൽ നല്ലവരുടെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള മനസ്സ് കാണിക്കുന്നവനാണോ അവനിക്ക് വിജയമുണ്ടെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു. അംർ ഇബ്നു മൈമൂൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഇമാം നസായി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിന്റെ മുമ്പ് നിങ്ങളെ ജീവിതത്തെ ഒന്ന് നിങ്ങൾ പരിഗണിക്കണേ. 5 കാര്യം നിങ്ങൾ അനുഭവിക്കുന്നതിന്റെ മുമ്പ്, 5 കാര്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് നിങ്ങളെ ജീവിതത്തിനൊരു അർത്ഥതലം നിങ്ങൾ കൽപ്പിക്കണേ, ഒരു പരിഗണന നൽകണേ. ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. 5 കാര്യം വരുന്നതിന്റെ മുമ്പ് 5 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. ശബാബക ഖബ്ല ഹറമിക. വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നിന്റെ യുവത്വത്തെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? മസൽ പവറുണ്ടെന്ന് വിചാരിച്ചു, ആഫിയത്തുണ്ടെന്ന് വിചാരിച്ചു, ആരോഗ്യമുണ്ടെന്ന് വിചാരിച്ചു മറ്റൊരുത്തനെ കുത്താനുള്ളതല്ല, മറ്റൊരാൾക്ക് വിരൽ ചൂണ്ടാനുള്ളതല്ല, അയൽവാസിക്ക് കല്ലെറിയാനുള്ളതല്ല, അയൽവാസിയെ തെറി പറയാനുള്ളതല്ല, ആലിമീങ്ങളെ ഗീബത്ത് പറയാനുള്ളതല്ല. നിന്റെ യുവത്വമാണോ? ശബാബക ഖബ്ല ഹറമിക. വാർദ്ധക്യം വന്നാൽ മനുഷ്യ നിസ്കരിക്കാൻ കഴിയില്ല, കഷ്ടമാണ്. വാർദ്ധക്യം വന്നാൽ നോമ്പ് നോക്കാൻ പ്രയാസമാണ്. വാർദ്ധക്യം വന്നാൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്. വാർദ്ധക്യം വന്നാൽ സൽക്കർമ്മങ്ങളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. വാർദ്ധക്യം വന്നാൽ നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല. വാർദ്ധക്യം വന്നാൽ സ്വലാത്ത് മജ്ലിസിലേക്ക് നടന്നു പോകാൻ കഴിയില്ല. നബി തങ്ങൾ പറഞ്ഞ എന്തൊരു സുന്ദര വചനങ്ങളാണ്. ഈ സാരിയുടെ മുറ്റത്തൊരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങള്, നബി തങ്ങളുടെ ആശയം നിങ്ങൾ ഖൽബിന്റെ ഉള്ളിൽ ഉൾക്കൊണ്ടവരാണ്. നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് ഖുത്ബിയത്ത് നടക്കുമ്പോ, സ്വലാത്ത് നടക്കുമ്പോ, ദിക്റുകൾ നടക്കുമ്പോ ഞങ്ങൾ എന്തുകൊണ്ടാണ് വന്നത്? ഇത്തഖുല്ലാഹ്,
എല്ലാ വെള്ളിയാഴ്ച മിമ്പറിലേക്ക് കയറി ലോകത്തുള്ള സർവ്വ ജുമുഅ നടക്കുന്ന പള്ളികളിൽ ഖതീബുമാർ പറയുന്നു ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് മടങ്ങണേ, അല്ലാഹുവിലേക്ക് മടങ്ങണേ. ഏതെങ്കിലും താരങ്ങളിലേക്കല്ല, ഏതെങ്കിലും പണക്കാരിലേക്കല്ല, ഏതെങ്കിലും രാഷ്ട്രീയക്കാരനിലേക്കല്ല, ഏതെങ്കിലും വലിയവരെ തമ്പുരാക്കന്മാരിലേക്കല്ല. നിന്റെ മടക്കം രാജാധികാരനായ അല്ലാഹ്, ശ്വാസം തന്ന അല്ലാഹ്, കണ്ണ് തന്ന അല്ലാഹ്, കേൾവി തന്ന അല്ലാഹ്, അവയവം തന്ന അല്ലാഹ്. ഇതാണ് ചിന്തിക്കാൻ മാലമണ്ട ഉസ്താദ് പറഞ്ഞത്. ഹസിബൂ ഖബ്ല അൻ തുഹാസബൂ. നിന്റെ യുവത്വം നീ ചിന്തിക്കുന്നുണ്ടോ? നിന്റെ യുവത്വം നീ മുതലെടുക്കുന്നുണ്ടോ? നിന്റെ യുവത്വം നീ പാഴാക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. ഇന്ന് നമുക്ക് കാണാം ഒരുപാട് നാടുകളില്, ഒരുപാട് പ്രദേശങ്ങളില് 25, 18, 30, 40 വർഷമുള്ള എത്രയോ ചുറുചുറുക്കുള്ള യുവാക്കള്, അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്? മഴക്കുമരുന്നിനടിമപ്പെട്ടവരാണ്, കഞ്ചാവിനടിമപ്പെട്ടവരാണ്, ലഹരിക്കടിമപ്പെട്ടവരാണ്, വിനോദങ്ങൾക്കടിമപ്പെട്ടവരാണ്. അവർ പള്ളിയിലേക്ക് വരുന്നില്ല, അവർ സൽക്കർമ്മങ്ങളിലേക്ക് വരുന്നില്ല. അങ്ങനെയാകരുത്. ഞങ്ങളുടെ നാട് അങ്ങനത്തെ നാടല്ല. ശബാബക ഖബ്ല ഹറമിക. നിനക്ക് വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നിന്റെ യുവത്വം നീ പരിഗണിക്കണേ. വയസ്സായപ്പോ എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്ന് ഖേദിച്ച് കാര്യമുണ്ടോ? പ്രായമായതിന്റെ ശേഷം എനിക്ക് നോമ്പ് നോക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിന്റെ യുവത്വം നീ പരിഗണിച്ചോ? നിന്റെ യുവത്വത്തിന് നീ വില കൽപ്പിച്ചോ? നിന്റെ യുവത്വം ആലിമീങ്ങൾ പറഞ്ഞതുപോലെ കൊണ്ട് നടന്നോ? നിനക്ക് വിജയമാണ്. ഇല്ലെങ്കിൽ നിനക്ക് കിട്ടുന്നത് പരാജയത്തിന്റെ വാതിലുകളാണ്. റബ്ബേ, ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു വസ്വിഹതക ഖബ്ല സഖമിക. നിനക്ക് ആരോഗ്യമുള്ള സമയം, നിനക്ക് ആഫിയത്തുള്ള സമയം, നിനക്ക് സ്വന്തമായി കാര്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള തന്റേടവും ആഫിയത്തും ആരോഗ്യം അല്ലാഹ് തന്നിട്ടുണ്ടോ? ആ സുന്ദരമായ നിന്റെ ആയുസ്സിലെ ജീവിതത്തിലെ സുന്ദരമായ രംഗമുണ്ടല്ലോ. ഖബ്ല സഖമിക, നിനക്ക് രോഗം വരുന്നതിന്റെ മുമ്പ് അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. നിനക്ക് റബ്ബ് ഒരു രോഗം തന്നാൽ ആ രോഗം വരുന്നതിന്റെ മുമ്പുള്ള നിന്റെ ജീവിതം എങ്ങനെയാണോ? ആരോഗ്യമുള്ള സമയത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തവനാണോ? നിന്റെ രോഗമുള്ള സമയത്തുള്ള നിന്റെ ഇബാദത്തുകൾക്ക് അല്ലാഹ് അഫ്വു നൽകുന്നതാണ്, അല്ലാഹ് മാപ്പ് നൽകുന്നതാണ്. ആരോഗ്യമുള്ള സമയം ഒരിക്കലും ഞങ്ങൾ പാഴാക്കരുതേ. ഇന്ന് എന്തെല്ലാം പുതിയ പുതിയ രോഗങ്ങളാണ് നമ്മുടെ ഇടയിൽ പ്രചരിച്ചു വരുന്നത്. എത്ര ആളുകളാണ് മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നത്. ക്യാൻസർ എന്ന മാരകമായ രോഗം ഇന്ന് നാടുകളെ പിടിച്ചു കുലുക്കുന്നില്ലേ? എയ്ഡ്സ് എന്ന രോഗം, ട്യൂമർ എന്ന രോഗം, ബ്രെയിൻ സ്ട്രോക്കുകൾ, ഹാർട്ട് അറ്റാക്കുകൾ ഇന്ന് നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചു വരുന്നില്ലേ? റബ്ബേ, മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സദസ്സിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, അല്ലാഹ് തന്ന സുന്ദരമായ ആഫിയത്തുള്ള ജീവിതമുണ്ടല്ലോ, ആ സമയത്ത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത്, ധാരാളം സ്വലാത്തുകൾ ചൊല്ലി, ധാരാളം ദിക്റുകൾ നടത്തി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഒരു ദിവസം ഞങ്ങൾ കടന്നു പോകുമ്പോ
റഹ്മത്തിന്റെ മലക്കുകളുടെ അകമ്പടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റബ്ബേ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. മൂന്നാമത്തെ ഒരു കാര്യം ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ, ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, വഗിനാക ഖബ്ല ഫഖ്രിക, നിനക്ക് ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് നിനക്ക് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തിനെ കുറിച്ച് നീയൊന്ന് ചിന്തിക്കണേ. നിനക്ക് പണമുണ്ടെന്ന് വിചാരിച്ച് വലിയ ഗഗനചുംബികളായ അമ്പരചുംബികളായ നിർമ്മാണങ്ങളുണ്ട്, വീടുകളുണ്ടെന്ന് പറഞ്ഞു, നിനക്കൊരുപാട് പറമ്പുകളുണ്ടെന്ന് പറഞ്ഞു നീ പ്രൗഢി നടിക്കണ്ട, അഹങ്കാരം നടിക്കണ്ട. സമ്പത്ത് തന്നവൻ റബ്ബാണെങ്കിൽ ആ രാജാധികാരനായ അല്ലാഹ് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ സമ്പത്തെടുത്തു കളയാൻ അർഹനായ റബ്ബാണ്, അധികാരമുള്ള രാജാവാണ്. ഓരോ സെക്കൻഡുകളിലും മണിക്കൂറുകളിലും ലോകത്തുള്ള സർവചരാചരങ്ങൾക്ക് ശ്വാസം നൽകുന്ന അല്ലാഹ് ഓരോ സെക്കൻഡുകളുടെ ശ്വാസത്തിന് വില പിടിച്ചാൽ കൊറോണ വന്ന സമയത്ത് ഒരു മണിക്കൂർ ശ്വാസം നൽകണമെങ്കിൽ, ഒരു മണിക്കൂർ വായു നൽകണമെങ്കിൽ, ഒരു ദിവസം വായു നൽകണമെങ്കിൽ ഓക്സിജന് മെഡിക്കൽ എത്രയാണ് വില പറഞ്ഞത്? ഒരു മണിക്കൂറുകൾക്കാണെങ്കിൽ ഞാനും നിങ്ങളും 40 വർഷമായവരില്ലേ, 60 വയസ്സ് തികഞ്ഞവരില്ലേ, 75 തികഞ്ഞവരില്ലേ? ഈ 75 വർഷങ്ങൾക്കുടനീളം ഒരു രൂപ പോലും നികുതി എടുക്കാതെ, ഒരു പൈസ പോലും നൽകാതെ വായു നൽകുന്ന അല്ലാഹ്, ശ്വാസം നൽകുന്ന അല്ലാഹ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന സമ്പത്തുണ്ടോ? അക്രമങ്ങളിൽ ചെലവഴിക്കരുത്, അനീതികളിൽ ചെലവഴിക്കരുത്, വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ ചെലവഴിക്കരുത്, ഹറാമായ കളികളിൽ ചെലവഴിക്കരുത്, ഹറാമായ വിനോദങ്ങളിൽ ചെലവഴിക്കരുത്, ഹറാമായ പാർട്ടികളിൽ ചെലവഴിക്കരുത്. ഇന്ന് മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന ഒരുപാട് നല്ല ആഘോഷങ്ങളെ പേരിൽ നടക്കുന്ന എത്രയോ ആഭാസങ്ങളില്ലേ? കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന സുന്നത്തായ നിക്കാഹിന്റെ ചടങ്ങിന് ഹറാമുകൾ വാരിക്കൂട്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് കോടികൾ ചെലവഴിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്തായി പഠിപ്പിച്ചു തന്ന ഇബാദത്തുണ്ടല്ലോ, ഹറാമുകളിൽ മുഴുകുന്നു. നിക്കാഹിന്റെ സദസ്സുകളിൽ പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടുന്നു, ആണും പെണ്ണും ഇടകലരുന്നു. ആലിമീങ്ങളെ ഇടയിലും അല്ലാത്തപ്പോഴും പെണ്ണുങ്ങൾക്കൊരു കൂസലുമില്ല. ഈ നാട്ടിനെ കുറിച്ച് പറഞ്ഞതല്ല, ഒരുപാട് പ്രദേശങ്ങളില് ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് കല്യാണ സദസ്സുകളില്, മറ്റുള്ള സദസ്സുകളില് അന്യാണും പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നത് ഹറാമാണ്. കല്യാണത്തിന്റെ പേരില്, വിരുന്നിന്റെ പേരില്, താളത്തിന്റെ പേരില് ഓരോ വീടുകളിലും നടക്കുന്ന ഹറാമുകൾ എത്രയാണ്. എനിക്ക് ലക്ഷങ്ങളുണ്ട്, എന്റെ കയ്യിൽ കോടികളുണ്ട്, എനിക്ക് തോട്ടങ്ങളുണ്ട്, എനിക്ക് ബിസിനസ് ഉണ്ട്, ഞാൻ വലിയ പണക്കാരനാണ്, എനിക്ക് വലിയ വണ്ടികളുണ്ടെന്ന് പറഞ്ഞ് നിന്റെ സമ്പത്തിനെ മുമ്പിൽ വെച്ച് അഹങ്കരിക്കുന്നവനുണ്ടോ? വേണ്ട വേണ്ട. നബി തങ്ങൾ പറഞ്ഞു തന്നു, മനുഷ്യ വഗിനാക ഖബ്ല ഫഖ്രിക,
നിനക്ക് സമ്പത്ത് തന്ന റബ്ബിന് ദാരിദ്ര്യവും തരാൻ കഴിവുണ്ട്. അതിനെ ചിന്തിക്കുന്നവനാണ്, അതിനെ മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് കരുതേണ്ടതുണ്ട്. റബ്ബേ, നീ തന്ന സമ്പത്ത് നിന്റെ ത്വാഅത്തിലായി ചെലവഴിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. സമ്പത്ത് ധാരാളമുണ്ടെന്ന് പറഞ്ഞ് ഹറാമുകളിൽ ചെലവഴിക്കാനുള്ളതല്ല, തോന്നിവാസങ്ങളിൽ ചെലവഴിക്കാനുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഫറാഗക ഖബ്ല ശുഗ്ലിക, നിനക്ക് തിരക്കുകൾ ഏർപ്പെടുന്നതിന്റെ മുമ്പ്, നിനക്ക് ബിസി വരുന്നതിന്റെ മുമ്പ് നിന്റെ ഒഴിവ് സമയമുണ്ടല്ലോ, നല്ല കാര്യങ്ങളിൽ നീ ചെലവഴിക്കേണ്ടതുണ്ട്. ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയാതിക ഖബ്ല മൗതിക, എന്നെയും നിങ്ങളെയും ശാശ്വതമായി പിടികൂടുന്ന ഒരു രോഗമുണ്ട്, എന്നെയും നിങ്ങളെയും പിടികൂടുന്ന ഒരു പരീക്ഷണമുണ്ട്. സൂറത്തുൽ മുൽക്കിന്റെ തുടക്ക ഭാഗത്ത് പറയുന്നു, നിങ്ങളെ ജനിപ്പിച്ചതും നിങ്ങളെ അല്ലാഹു ജീവൻ തന്നതും നിങ്ങളെ ജീവിതവും നിങ്ങളെ മരണവും പരീക്ഷണമാണ്. നമുക്ക് ജന്മം ലഭിച്ചതും പരീക്ഷണമാണ്, നമ്മുടെ ജീവിതവും പരീക്ഷണമാണ്, നമ്മുടെ മരണവും പരീക്ഷണമാണ്. ഓ മനുഷ്യ, നിനക്ക് മരണം പിടികൂടുന്നതിന്റെ മുമ്പ് നിന്റെ ജീവിതത്തിലുണ്ടല്ലോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാകണേ. അരുതായ്മകളിലേക്ക് കടന്നു പോകരുതേ, തെറ്റുകുറ്റങ്ങളിലേക്ക് കടന്നു പോകരുതേ. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നവരെ സംഭവം നമുക്ക് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, 5 കാര്യങ്ങളെ കുറിച്ച് റബ്ബ് നിങ്ങളോട് ചോദ്യം ചോദിച്ചതിന് മറുപടി പറയാതെ ആഖിറമാകുന്ന ലോകത്ത് നിങ്ങളെ കാലനക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. യുസ്അലു അൻ ഖംസിൻ, 5 കാര്യം നിങ്ങളോട് ചോദിക്കപ്പെടുന്നതാണ്. അൻ ഉംരിഹി ഫീമ അഫ്നാ, നിന്റെ ജീവിതം, നിന്റെ ആയുസ് നീ എന്തിൽ ചെലവഴിച്ചു എന്ന് എന്നോടും നിങ്ങളോടും റബ്ബ് ചോദിക്കുന്നുണ്ട്. വഅൻ ശബാബിഹി ഫീമ അബ്ലാ, നിന്റെ യുവത്വം നീ എന്തിൽ ചെലവഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. വമാലിഹി മിൻ ഐന ഇക്തസബാ, നിനക്ക് ധാരാളം സമ്പത്തുകളുണ്ടല്ലോ, ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്? നീ എവിടെയിൽ നിന്നാണ് ഇത്രയും സമ്പത്ത് അധ്വാനിച്ചെടുത്തത്? നീ എവിടെയിൽ നിന്നാണ്, ഏത് ബിസിനസ്സാണ് ചെയ്തത്, ഏത് കച്ചവടമാണ് ചെയ്തത്? ഓരോന്നും വരി വരിയായി ചോദ്യം വരുന്നുണ്ട്. വമാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖാ, നീ കുറെ പണമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പണം നീ എന്തിൽ ചെലവഴിച്ചു എന്ന് നിന്നോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. വമാദാ അമില ഫീമാ അലിമാ, നീ പഠിച്ചതനുസരിച്ച് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് ചോദ്യം ചോദിച്ചതിന് മറുപടി പറയാതെ കാലനക്കാൻ കഴിയില്ല. ഞാൻ രാജാവാണെന്ന് പറഞ്ഞ് കാര്യമില്ല, ഞാൻ രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞ് കാര്യമില്ല, ഞാൻ മുതലാളിയാണെന്ന് പറഞ്ഞ് കാര്യമില്ല. അല്ലാഹുവിന്റെ കോടതിയിൽ കുടുങ്ങുന്നതാണ്, അല്ലാഹു പിടിക്കുന്നതാണ്. റബ്ബേ, ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഞാൻ
ദീർഘമായി എന്റെ സംസാരം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. നമ്മുടെ ഈ സദസ്സ് കുതുബിയത്ത് കഴിഞ്ഞ സദസ്സാണ്, സ്വലാത്ത് കഴിഞ്ഞ സദസ്സാണ്. എന്തിനാണ് ഈ നാട്ടുകാർ ഇവിടെ നടക്കുന്ന കുതുബിയത്തിലേക്ക് വരുന്നത്? എന്തിനാണ് ഈ നാട്ടുകാർ ഇവിടെ നടക്കുന്ന സ്വലാത്തിലേക്ക് വരുന്നത്? നാളെ മരിച്ചു ഖബറിൽ കിടക്കുമ്പോ, നാളെ മഹ്ശറിലേക്ക് എത്തിയപ്പോ, നാളെ ആഖിറത്തിലേക്ക് എത്തിയപ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടണം, നരകത്തിൽ നിന്ന് കാവല് ലഭിക്കണം, നമുക്ക് സ്വർഗമാകുന്ന ലോകത്തേക്ക് കടക്കണം. അതെല്ലാം കരുതിയാണല്ലോ ഇവിടെ നടക്കുന്ന നല്ല പ്രവർത്തനങ്ങളുടെ കൂടെ ഈ നാട്ടിലെ യുവാക്കൾ നിൽക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ പള്ളിയുടെ മുറ്റത്തേക്ക് വന്നപ്പോ നല്ല മനസ്സിന്റെ ഉള്ളിൽ സന്തോഷം തോന്നി. കുറെ ഉള്ളിലേക്ക് വന്നുകൊണ്ട് ഇവര് ചെറിയ ഗ്രാമത്തിന്റെ ഉള്ളിൽ നല്ല ഒരു സുന്ദരമായ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ഭവ്യമായ ഭവനം ഈ നാട്ടുകാർ നിർമ്മിച്ചുവല്ലോ. പള്ളി നിർമ്മിച്ചാൽ, പള്ളി നിർമ്മിക്കാൻ വേണ്ടി ഒരു നാണയം കൊടുത്താൽ നാളെ ആഖിറത്തിൽ അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കുന്നതാണ്. ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സ്വലാത്ത് മജ്ലിസിലേക്ക് കടന്നു വന്ന ഞങ്ങള്, സ്വലാത്ത് ചൊല്ലിയ ഞങ്ങള്, ഖുതുബിയത്ത് ചൊല്ലിയ ഞങ്ങള്, ഔലിയാക്കളെ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹിക്കുന്ന ഈമാനുള്ള മുഅ്മിനത്തുകളാണ്. മരിക്കുന്നത് വരെ ആലിമീങ്ങളെ സദാതീങ്ങളെ ഔലിയാക്കളുടെ പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ശറഫ്ത ജീലാന ബിൽ മീലാദി സാകിനഹു അല്ലംത ബിൽ ഖബ്രി ബഗ്ദാദൻ അമാകിനഹു യസൂറുഹു കുല്ലു മുഷ്തഖിൻ വലാകിനഹു ഫി ബൈതിഹി ഖദ് യുലാഖി മുഹയ്യദ്ദീൻ. ഇന്ന് ലോകത്തുടനീളം മുസ്ലിമീങ്ങൾ വിളിക്കുന്നു യാ ഗൗസുൽ ആലം, യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ശറഫ്ത ജീലാന ബിൽ മീലാദി സാകിനഹു. അങ്ങയകലെയുള്ള ജീലാൻ എന്ന കൈലാൻ എന്ന നാട്ടിൽ ജനിച്ചുകൊണ്ട് ഇന്ന് അങ്ങകലെയുള്ള ബഗ്ദാദിൽ അന്തിയിറങ്ങുന്ന മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ഇസ്തിഗാസ നടത്തുന്നത്, സഹായ അഭ്യർത്ഥന നടത്തുന്നത് അല്ലാഹുവിന്റെ വലിയാണ്. അല്ലാഹു വിലായത്തിന്റെ പദവി നൽകിയ മഹാനാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാനാണ്. ആ മഹാനവരുടെ ഖുതുബിയത്ത് ചൊല്ലുമ്പോ പല വരികളും ഞങ്ങൾ ബൈത്തുകൾ പാടുന്നുണ്ട്. മഹാന്മാരുടെ ജീവിത ചരിത്രം എടുത്തു നോക്കിയാൽ അങ്ങനെയാണല്ലോ. മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി അസ്സഞ്ചരി തങ്ങൾ അങ്ങകലെയുള്ള ഇറാനിൽ നിന്ന് സഞ്ചരിച്ചു വന്ന് നമ്മുടെ ഡൽഹി തലസ്ഥാനത്തിലൂടെ സഞ്ചരിച്ചു ഇന്ന് അജ്മീരിന്റെ മണ്ണിൽ ഇന്ത്യൻ സുൽത്താനായി വിരാജിക്കുന്ന ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി അസ്സഞ്ചരി നമ്മുടെ നാട്ടിലെ സുൽത്താൻ എന്ന് അവിടുന്ന് പദവി കൊടുത്തത് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനിക്ക് അല്ലാഹു ബഹുമാനം നൽകിയിട്ടുണ്ട്, അല്ലാഹു ആദരവ് നൽകിയിട്ടുണ്ട്, അല്ലാഹ് കറാമത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാഹ് കൊടുത്ത കറാമത്ത് കൊണ്ട്, അല്ലാഹ് നൽകിയ വിലായത്ത് കൊണ്ട്, അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഈ സാരിയയിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇസ്തിഗാസ നടത്തുന്നു.
മുഹീദ്ദീൻ ശൈഖ് നമ്മുടെ റബ്ബെന്ന വിചാരമില്ല, മുഹീദ്ദീൻ ശൈഖ് നമ്മുടെ രാജാവെന്ന വിചാരമില്ല, ഞങ്ങളെ പടച്ചവനാണെന്ന വിചാരമില്ല. അല്ലാഹുവിൻ്റെ വലിയാണ്, വിലായത്ത് ലഭിച്ച മഹാനാണ്, അല്ലാഹ് പവർ കൊടുത്തവരാണ്. അവർക്ക് കൊടുക്കേണ്ട അർഹത അത് ലോക മുസ്ലിമീങ്ങൾ കൊടുക്കേണ്ടതാണ്. ലോക മുസ്ലിമീങ്ങൾ അവിടത്തേക്ക് അംഗീകാരം നൽകുന്നുണ്ട്. റബ്ബേ, അവിടുത്തെ മദദ് നമ്മുടെ മജ്ലിസിൽ നീ നൽകണേ അല്ലാഹ്. ഇന്ന് ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് പരിശുദ്ധമായ ഹറമുകളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രൗഢമായ സമ്മേളനത്തിലേക്ക് ലോക രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോ പരിശുദ്ധമായ മദീനയുടെ ചുവട്ടില് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് ലോക രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാരെ സ്വീകരിക്കുന്നു. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാനൊരു സംഭവം നിങ്ങളോട് പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു ഹാജ്ജൻ ലിബൈത്തില്ലാഹിൽ ഹറാം, പരിശുദ്ധമായ മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഞാൻ പരിശുദ്ധ കഅബാലയത്തിലേക്ക് പോയി. ഞാൻ ഹജ്ജ് ചെയ്യുന്നവനായിരുന്നു. വഫീ ലൈലത്തിൻ മിനൽ ലയാലി, ഒരു ദിവസം രാത്രി ഇങ്ങനെ വഅന നായിമുൻ ഫീ മിനാ, മിനയിൽ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ റഅയ്തു ഫീമാ യറൻ നായിം, ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്നു രണ്ടാളുകൾ എൻ്റെ അടുത്ത്, എൻ്റെ തലയുടെ മുറ്റത്ത് രണ്ടാളുകൾ സംഭാഷണം നടത്തുന്നു. ഒരാള് മറ്റൊരാളോട് ചോദിക്കുന്നു, അല്ലയോ മനുഷ്യ, ഈ വർഷം ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ കഅബാലയമാകുന്ന റബ്ബിന്റെ ഗേഹം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജിന് വന്നവരാണല്ലോ, എന്തുകൊണ്ട് ഈ വർഷം എത്ര ആളുകളെ ഹജ്ജ് സ്വീകരിച്ചെന്ന് ആ മനുഷ്യൻ മറ്റൊരാളോട് ചോദിക്കുന്നു. ആ മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ പറയുന്നു, ഈ വർഷമുണ്ടല്ലോ ഒരുപാട് ഹാജികൾമാർ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് ഹജ്ജിന് വന്ന ആളുകളുടെ ഹജ്ജ് റബ്ബ് സ്വീകരിച്ചിട്ടില്ല. ഒരു മുവഫഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മുവഫഖുൽ ഇസ്കാഫി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഈ വർഷം ഹജ്ജിന് വന്ന ആളുകളുടെ ഹജ്ജ് സ്വീകരിച്ചതെന്ന് ആ മനുഷ്യരെ സംഭാഷണം സ്വപ്നത്തിൽ കേട്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ നിന്നുണരുന്നു. ആരാണ് മുവഫഖ് എന്നവിടുന്നതാ പരിശോധിക്കുന്നു. ഇന്നാലിന്ന നാട് സ്വപ്നത്തിൽ അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുവഫഖുൽ ഇസ്കാഫിയെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ നടക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മുവഫഖിനെ കണ്ടുമുട്ടുന്നു. അവിടുന്ന് ചോദിക്കുന്നു, നിങ്ങൾ ഈ വർഷം ഹജ്ജിന് പോയിട്ടുണ്ടോ? ആ മുവഫഖ് എന്ന മനുഷ്യൻ പറയുന്നു, ഞാൻ കുറെ കാലമായി, ഞാൻ ചെറുപ്പ് തിന്നുന്ന വ്യക്തിയാണ്. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ സമ്പാദിച്ച പണമെല്ലാം, സമ്പത്തെല്ലാം എൻ്റെ കുടുംബത്തിൻ്റെ ചെലവ് കഴിച്ച് ഞാനതൊരു സഞ്ചിയിലാക്കി വെക്കാറുണ്ട്. കാരണം എനിക്ക് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹം വിചാരിച്ചാണ്. അങ്ങനെ ഞാൻ സഞ്ചിയിലിട്ട് പണം ഇങ്ങനെ സ്വരൂപിച്ച് കഴിഞ്ഞ ഈ വർഷമുണ്ടല്ലോ എനിക്ക് ഹജ്ജിന് പോകാൻ തികയുന്ന സമ്പത്ത് അതിൽ ഉണ്ടായെന്ന് വിചാരിച്ചപ്പോ ഞാൻ
ഹജ്ജിനൊരുങ്ങി. അങ്ങനെ എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ഗർഭിണിയായ എൻ്റെ ഭാര്യ പറഞ്ഞു, അല്ലയോ ഭർത്താവേ, എനിക്കതാ എൻ്റെ അയൽവക്കത്തുള്ള വീട്ടിൽ നിന്ന് നല്ല ഇറച്ചിക്കറിയുടെ മണം എൻ്റെ മുഖത്തേക്ക് മൂക്കിലേക്ക് അടിച്ചു വീശുന്നുണ്ട്. എനിക്കൊരൽപ്പം ഇറച്ചിക്കറി കിട്ടുമോ എന്ന് ഭർത്താവിനോട് ചോദിച്ചപ്പോ ഈ ഭർത്താവ് അയൽ വീട്ടിലേക്ക് കടന്നുപോയി. ആ വീട്ടിന്റെ ഡോറ് മുട്ടിയപ്പോ വാതില് തുറക്കുന്നു. ആ വീട്ടിലുള്ളത് ഒരു വിധവയായ ഉമ്മയും യതീമീങ്ങളായ പിഞ്ചു പൈതലുകളാണ്. മുവഫഖ് അവിടുന്ന് ആ വീട്ടുകാരിയോട് ചോദിക്കുന്നു, എന്റെ ഭാര്യക്ക് നിങ്ങളെ വീട്ടിലെ ഇറച്ചിക്കറിയുടെ മണം അടിച്ച് വീശി കുറച്ചും കറി തരുമോ? എന്റെ ഭാര്യ ഗർഭിണിയാണ്. ആ സമയത്ത് അയൽവാസിയായ ഉമ്മ പറഞ്ഞു, ഇല്ല, ഈ ഭക്ഷണം ഞങ്ങൾക്ക് ഹലാലാണ്, നിങ്ങൾക്ക് ഹറാമാണ്. കാരണം ഞാൻ ഒരു വിധവയായ പെണ്ണാണ്. ഞങ്ങളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുള്ള കുടുംബമാണ്. ഞാനും എൻ്റെ പിഞ്ചു പൈതലുകളാകുന്ന യതീം കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. എൻ്റെ കുഞ്ഞുങ്ങൾ മരണപ്പെടുമോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വഴിയിൽ നടന്നു പോകുമ്പോ ഒരു ചത്ത ആട്ടിനെ കണ്ടു. അതിൻ്റെ കുറച്ച് നല്ല ഭാഗം മുറിച്ചെടുത്ത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭക്ഷണം പാകം ചെയ്ത് യതീമായ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ നൽകുന്നു. ഇത് എനിക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമാണ്. നിങ്ങൾക്ക് തരാൻ പറ്റില്ല മുവഫഖേ. മുവഫഖിന്റെ ഖൽബ് പൊട്ടുന്നു. ഞാൻ താമസിക്കുന്ന എൻ്റെ അയൽവാസി ഇത്രയും അതാ പട്ടിണിക്കിറന്ന് വിഷമം സഹിക്കുന്ന കുടുംബമാണല്ലോ. ഞാനാണെങ്കിൽ അധ്വാനിച്ചെടുത്ത പണം സഞ്ചിയിലിട്ട് ഹജ്ജിന് പോയാൽ എൻ്റെ റബ്ബ് പൊരുത്തപ്പെടുമോ എന്ന് വിചാരിച്ച് ഹജ്ജിന് ഒരുമിച്ച് കൂടിയ മുഴുവൻ സമ്പത്തും അയൽവാസിക്ക് നൽകുന്നു. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കുന്നു, മുവഫഖ് ഹജ്ജ് ചെയ്യാതെ അല്ലാഹു ഹജ്ജിന്റെ പ്രതിഫലം നൽകി എന്ന് മാത്രമല്ല, ആ വർഷം ഹജ്ജിന് വന്ന എത്രയോ ഹാജിമാരുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഈ മുവഫഖുൽ ഇസ്കാഫി ചെയ്ത നല്ല പ്രവർത്തനം കൊണ്ട് ആ വർഷം ഹജ്ജ് ചെയ്ത മുഴുവൻ ആളുകളെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു. റബ്ബേ, എല്ലാ ഹാജിമാരുടെയും ഹജ്ജ് നീ സ്വീകരിക്കണേ അല്ലാഹ്. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മുടെ നാടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ദാരിദ്ര്യങ്ങളിൽ കഴിയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഒരുപാട് മുഅ്മിനാത്തുകളുണ്ട്. അവരെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് സ്വലാത്തുമായുള്ള കുറച്ച് വിഷയം പറഞ്ഞു നാം നിർത്തുകയാണ്. ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്തു ചൊല്ലാൻ, സ്വലാത്ത് പ്രേരിപ്പിക്കാൻ, സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളോട് നിർദ്ദേശനം പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ച്, അതിന്റെ മഹത്വത്തെ കുറിച്ച്, നബി തങ്ങളോടുള്ള മഹബ്ബത്തിനെ കുറിച്ച് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യർമൂക്ക് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ
മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു യർമൂക് യുദ്ധത്തിന്റെ നേതൃത്വം വഹിച്ച സ്വഹാബിയാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു. യുദ്ധത്തിനിടയിൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു തലയിലേക്ക് ധരിച്ച തൊപ്പിയൊന്ന് കാണാതെയായപ്പോ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള പട്ടാളത്തിലുള്ള സൈനികന്മാരോട് പറഞ്ഞു, എന്റെ തലയിൽ ധരിച്ച തൊപ്പി കാണുന്നില്ല, അതിനെയൊന്ന് നിങ്ങൾ കണ്ടുപിടിക്കണേ. ശത്രുക്കളുമായി യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ നേതൃത്വം സ്ഥാനത്തിലുള്ള മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അവിടെ തൊപ്പി തേടി നടക്കുന്നു. ഖാലിദ് ഇബ്നു വലീദ് തങ്ങളെ തൊപ്പി കിട്ടിയപ്പോ കൂടെയുള്ള ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. ശത്രുക്കളെ കൂടെ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ യുദ്ധത്തിലേക്ക് അവിടുന്ന് ശ്രദ്ധിക്കാതെ തൊപ്പിയെ ഇങ്ങനെ തേടി നടക്കാൻ കാരണമെന്താണെന്ന് ചിന്തിക്കുമ്പോ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, അല്ലയോ കൂട്ടുകാരേ, ഞാൻ ശത്രുക്കളുമായി എത്രയോ യുദ്ധത്തിന് പോയിട്ടുണ്ട്, എത്രയോ ശത്രുക്കളുമായി പോർക്കളത്തിലേക്ക് ഇറങ്ങി ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ തൊപ്പി എന്റെ തലയിലേക്ക് ധരിച്ച് ഏതെല്ലാം യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ ആ യുദ്ധങ്ങളെല്ലാം വൻ വിജയമാകാൻ സാധിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ശഅറു മുബാറക്, നബി തങ്ങളുടെ തിരുശഅറുണ്ടല്ലോ, ഞാൻ ആ തൊപ്പിയിൽ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. എത്ര ബഹുമാനമാണ്, എന്തൊരാദരവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅറു മുബാറക്കിന് സ്വഹാബത്ത് കൊടുത്ത പ്രാധാന്യം എത്രയാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സ്വഹാബത്തിന് ഒരു രോഗം വന്നാൽ, സ്വഹാബത്തിന്റെ ശരീരത്തിന് ഒരു മുറിവ് വന്നാൽ, സ്വഹാബത്തിന്റെ ശരീരത്തിന് ഒരു പോരൽ വന്നാൽ, ഇന്ന് ഞങ്ങളെ ഡോക്ടർമാരുടെ അടുത്തേക്ക് ഓടിയിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യഗണങ്ങളാകുന്ന സ്വഹാബത്ത് ആദ്യമായി ഓടിയിരുന്നത് ഇലാ ഹബീബില്ലാഹ്, മുത്തുനബി തങ്ങളെ ചാരത്തേക്കാണ്. പൊട്ടി വീണ കണ്ണുമായി ഒരു സ്വഹാബി നബി തങ്ങൾ അടുത്തേക്ക് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഖതാദത്തു നുഅ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ്, ഖതാദ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ സൈനികന്മാരെ കൂട്ടത്തിൽ നല്ല അമ്പെഴുത്തുകാരനാണ്, നല്ല അമ്പെറിയുന്നതിൽ പ്രാവീണ്യമുള്ള സ്വഹാബിയാണ്. ശത്രുക്കളുമായി യുദ്ധം ചെയ്യുമ്പോൾ മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹുവിലേക്ക് അമ്പവിടന്ന് വരുന്നു. കണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആ കണ്ണുമായി ഉഹുദിന്റെ രണാങ്കണത്തിൽ നിന്ന് ഓടി വരുന്നത് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന ഇന്ദി ഇംറഅതൻ ഉഹിബ്ബുഹാ. യാ റസൂലല്ലാഹ്, എനിക്ക് ഞാൻ വല്ലാത്ത ഇഷ്ടപ്പെടുന്ന എൻ്റെ ഭാര്യയുണ്ട് നബിയേ.
വഇൻ ഹിയ റഅത് ഐനി ഖശീതു തക്ദറുഹാ, എൻ്റെ ഈ പൊട്ടി പിന്നിപ്പോയ ചിതറിപ്പോയ കണ്ണ് ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഭാര്യ കണ്ടാൽ അവൾക്കൊരു കുറവ് തോന്നൂല ഹബീബേ, ഞാൻ എന്ത് ചെയ്യണം ഹബീബേ എന്ന് കണ്ണ് പിളർന്നു പോയ ഖതാദ റളിയല്ലാഹു അൻഹു കണ്ണും പിടിച്ച് നബി തങ്ങളെ മുമ്പിൽ വന്ന് നബി തങ്ങളോട് പരാതി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മുനീരെടുത്ത് കണ്ണിലേക്ക് തേക്കുന്നു, കണ്ണ് തൽസ്ഥലത്ത് വെച്ചു കൊടുക്കുന്നു. ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ കണ്ണിന്റെ ശക്തി എനിക്ക് ലഭിച്ചു എന്ന് മാത്രമല്ല, എനിക്ക് ഉള്ള കാഴ്ചയേക്കാളും ഡബിൾ ഇരട്ടി കാഴ്ച എൻ്റെ റബ്ബ് എനിക്ക് തന്നു. അവർക്കെല്ലാം മുത്തുനബിയാണ്. സംസാരിക്കാത്ത ജന്മനാ സംസാരമില്ലാത്ത കുഞ്ഞിനെ ഒരു ഉമ്മ നബി തങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ ഒരൊറ്റ മകനാണ് നബിയേ, ജന്മനാ സംസാരിക്കുന്നില്ല നബിയേ. നബി തങ്ങൾ ചോദിച്ചു, മോനെ ഇതാരാണെന്നറിയുമോ? അന്നക റസൂലുള്ളാഹ്. ജന്മനാ സംസാരിക്കാത്ത മകന് നബി തങ്ങൾ ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോ അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ് നബിയേ. സ്വഹാബത്ത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, എന്ത് പ്രയാസമുണ്ടായാലും, എന്ത് വിഷമമുണ്ടായാലും ഓടി വന്നിരുന്നത് മുത്തു നബി തങ്ങളെ ചാരത്തേക്കാണ്. ആ നബി തങ്ങൾ അടുത്ത് മാതൃകയുണ്ട്, ആ നബി തങ്ങളുടെ അടുത്ത് ശിഫായുണ്ട്, ആ നബി തങ്ങളെ ചാരത്ത് എല്ലാം ഉണ്ടെന്ന് കരുതി സ്വഹാബത്ത് സർവ്വതിനു വേണ്ടി ഓടി വന്നത് മുത്തു നബി തങ്ങളുടെ ചാരത്തേക്കാണ്. ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങൾ, ആഫിയത്തുള്ള ആളുകൾ, ഒരല്പസമയം ഒന്ന് എഴുന്നേറ്റു നിന്നാൽ അന്ത ശംസുൻ അന്ത ബദുറുൻ അന്ത നൂറുൻ ഫൗഖ നൂരി അന്ത ഇക്സീറു വഗാലി أنت مصباح الصدور لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ربي مجلس നീ സ്വീകരിക്കണേ അല്ലാഹ്, നിന്റെ പൊരുത്തമുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ഈ ചെറിയ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു ഭവ്യമായ പള്ളി നിർമ്മിച്ച് ഈ പള്ളിയുടെ മുറ്റത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കത്തിച്ചു വെച്ച വിളക്കുണ്ടല്ലോ, അതാണ് ഈ നാട്ടിൽ പ്രകാശിക്കുന്ന ദീനീ ചിട്ടങ്ങൾ, അതാണ് ഈ നാട്ടിൽ തല ഉയർത്തി നിൽക്കുന്ന പള്ളിയും മദ്രസയും, ഈ നാട്ടിലെ ആലിമീങ്ങളും ഉമറാക്കളും ഉമ്മമാരും മുഅ്മിനീങ്ങളും, അതെല്ലാം ദീനിന്റെ ശിആറുകളുടെ ഭാഗമാണ്. ഇന്ന് നമുക്ക് ഈ ദീന് നമ്മുടെ കരങ്ങളിലേക്ക് എത്തണമെങ്കിൽ നബി തങ്ങൾ എത്ര അധ്വാനം സഹിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദീനീ ദൗത്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം കുടുംബത്തിലേക്ക് ഇറങ്ങിയപ്പോ, സ്വന്തം നാട്ടിലേക്ക് ഇറങ്ങിയപ്പോ, സ്വന്തം അയൽവാസികളോട് ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി കളത്തിലിറങ്ങിയപ്പോ നബി തങ്ങൾ ഏറ്റുവാങ്ങിയ പ്രയാസങ്ങൾ എത്രയാണ്, സ്വഹാബത്ത് വാങ്ങിയ നൊമ്പരങ്ങൾ എത്രയാണ്. ഇന്ന് നമ്മുടെ സർക്കാരുകൾ ഇവിടത്തെ ആക്ടുകൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ
നിങ്ങളെ നാട്ടിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി തങ്ങൾക്ക് സ്വഹാബാക്കൾക്ക് അന്നത്തെ അക്രമികളായ മക്ക മുശ്രിക്കീങ്ങൾ NRC നടത്ത ചരിത്രം നിങ്ങൾക്കറിയുമോ? നാട്ടിൽ പുറത്താക്കിയത് മാത്രമല്ല, സ്വഹാബത്തിന് ഭക്ഷണം കൊടുത്തില്ല, സ്വഹാബത്തിന് വെള്ളം കൊടുത്തില്ല, സ്വഹാബത്തിന്റെ വീടുകളിൽ ജീവിക്കാൻ അനുവദിച്ചില്ല, സ്വഹാബത്തിന്റെ കുടുംബങ്ങളെ കൂടെ പാർക്കാൻ അനുവദിച്ചില്ല. ഏതുവരെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ സ്വഹാബത്ത് പച്ചയിലകളെ കഴിച്ചിട്ടുണ്ട്, പള്ളയിലേക്ക് മണ്ണ് കെട്ടി വെച്ചിട്ടുണ്ട്, പള്ളയിലേക്ക് കയറുകളെ കൊണ്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. നബി തങ്ങളെ മുമ്പിലേക്ക് വന്ന് സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, ഭക്ഷണമില്ലാതെ ദിവസങ്ങൾ കഴിഞ്ഞു നബിയേ, വല്ലാത്ത പട്ടിണിയുണ്ട് നബിയേ, വല്ലാത്ത ദാഹമുണ്ട് നബിയേ, വല്ലാത്ത വിശപ്പുണ്ട് നബിയേ എന്ന് വയറ് കാണിച്ചപ്പോ അവിടത്തെ ഷർട്ട് പൊക്കി കാണിച്ചവിടെന്ന് കാണിച്ചു കൊടുത്തു. സ്വഹാബാ, വല്ലാത്ത വിശപ്പുണ്ടല്ലേ, വല്ലാത്ത വേദനയുണ്ടല്ലേ. അനുയായികൾ വിഷമിക്കുമ്പോ രാജാവായി വിരാജിക്കുന്ന എത്രയോ ആളുകളില്ലേ. നബി തങ്ങൾ അവിടെ നിന്ന് കാണിക്കുന്നു, എന്റെ പള്ളയിലേക്ക് ഞാൻ കല്ല് വച്ച് വലിച്ചു കെട്ടിയത് എന്റെ വിശപ്പകറ്റാൻ പറ്റാത്തത് കൊണ്ടാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾ അക്രമം സഹിക്കാൻ പറ്റാതെ ആമിന ഉമ്മയുടെ നാട്ടിലേക്ക് ത്വായിഫിന്റെ മണ്ണിലേക്ക് മുത്തു നബി തങ്ങൾ പോയപ്പോ ത്വായിഫുകാർ കല്ലെറിഞ്ഞില്ലേ. അവിടെ അതാ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി തങ്ങളോട് പറഞ്ഞു, ജിബ്രീലേ, ഈ നാട്ടുകാർക്ക് ഞാൻ ഉഹുദ് പർവ്വതം മറിച്ചിട്ട് നശിപ്പിച്ചു കളയണോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, വേണ്ട ജിബ്രീലേ, ഈ കൂട്ടത്തിലെങ്ങാനും ഒരാട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നാൽ ഈ നാടെന്നല്ല, ഈ ലോകമെന്നല്ല, ഈ ലോകവും ഈ ലോകത്തുള്ള മുഴുവനും ലഭിക്കുന്നതിനേക്കാളും മറ്റൊരു പ്രതിഫലമില്ല. എല്ലാവർക്കും മാപ്പ് കൊടുത്ത ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക മുശ്രിക്കീങ്ങളെ ഇടയിലേക്ക് ചെന്നുകൊണ്ട് ദീന് പ്രചരിപ്പിച്ചു. അബൂജഹൽ എന്ന ധിക്കാരിയെ അറിയുമോ? കാന യൻഹ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിസ്സലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ നല്ല ഭാരമുള്ള ഒരു പാറക്കല്ല് നബി തങ്ങളെ മുകളിലേക്ക് ഉരുട്ടി വിടുന്നു. നബി തങ്ങൾ നിസ്കാരത്തിലാണ്. നബി തങ്ങളെ വധിച്ചു കളയാനുള്ള ശ്രമമാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഫദനാ മിൻഹു ജിബ്രീൽ അലൈഹിസ്സലാം ഫീ സൂറത്തി ഫഹ്ലിൻ മിനൽ ഇബ്ൽ, ഒട്ടകത്തിന്റെ രൂപത്തിൽ വന്ന് പാറക്കല്ലിയെ തടഞ്ഞു നിർത്തുന്നു. അത് നബി തങ്ങളുടെ മുഅ്ജിസത്താണ്. ഇത് കണ്ടുകൊണ്ട് അബൂജഹൽ പേടിച്ചോടുകയാണ്. അബൂജഹൽ നബി തങ്ങളെ വെറുതെ വിടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരുപാട് ബുദ്ധിമുട്ടിച്ച, ഒരുപാട് ശകാരിച്ച വ്യക്തിയാണ് അബൂജഹൽ ലഅനത്തുല്ലാഹ്. ഉഖ്ബത്ത് ഇബ്നു അബീ മുഈത്ത് എന്ന ധിക്കാരി മക്ക മുശ്രിക്കീങ്ങൾക്ക് നേതൃത്വം നൽകിയ ധിക്കാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ خنقه يوما من عنقه وهو مصل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ ഉഖ്ബത്ത് ഇബ്നു അബീ മുഈത്ത് നബി തങ്ങളുടെ ചങ്ക് പിടിച്ചു മുറുക്കുന്നു, ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു തടയുന്നു, പിടിച്ചു മാറ്റുന്നു.
എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങള്, ഇങ്ങനെ ഈ നാട്ടിൽ ഇങ്ങനെ ദീനയുടെ വിളക്ക് ഇങ്ങനെ പ്രകാശിക്കാൻ സ്വഹാബത്ത് സഹിച്ച ത്യാഗം എത്രയാണെന്നറിയോ? മുത്തുനബി തങ്ങൾ സഹിച്ച ത്യാഗം എത്രയാണെന്നറിയോ? അബൂലഹബിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ച് പറയുന്നുണ്ട്. അബൂലഹബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യളാബയാണ്. അബൂലഹബും അവിടുത്തെ ഭാര്യ ഹമ്മാലത്ത് നബി തങ്ങളുടെ വഴികളിൽ വേസ്റ്റുകളെ വിതരുന്നു, നബി തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, നബി തങ്ങളെ കുറവാക്കുന്നു. അസ്വദ് ഇബ്നു അബ്ദു യഗൂസ് എന്ന് പറയുന്ന ധിക്കാരി കാന യഖൂലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാ തകല്ലംതൽ യൗമ മിനസ് സമാ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി അത്ഭുതങ്ങൾ പറയുകയാണോ? നിങ്ങൾ ജ്യോതിഷ്യം പറയുന്നവരാണെന്ന് നബി തങ്ങളെ കളിയാക്കുന്നു. വലീദ് ഇബ്നു മുഗീറ ധിക്കാരിയാണ്, നബി തങ്ങളെ സാഹിറാണെന്ന് പറയുന്നു, ഖുർആന സിഹറാണെന്ന് പറയുന്നു. വലീദ് ഇബ്നു മുഗീറ നബി തങ്ങളെ പല രൂപത്തിലും ആക്രമിക്കുന്നു, നബി തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ആ ബുദ്ധിമുട്ടുകളെല്ലാം പരിശുദ്ധമായ ദീനിന് വേണ്ടി, പരിശുദ്ധമായ ദീന് പ്രബോധനത്തിന് വേണ്ടി നബി തങ്ങൾ സഹിക്കുന്നു. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ്, ഇസ്ലാമിലെ ആദ്യത്തെ ഖതീബ് എന്ന് പറയപ്പെടുന്ന മഹാനാണ്. നബി തങ്ങൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇസ്ലാമിലെ ഒന്നാമത്തെ ഖതീബ്, ആദ്യത്തെ പ്രഭാഷണകാരൻ എന്ന് ലോകത്ത് വിളിക്കപ്പെടുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുതുബ നടത്തുമ്പോൾ മുശ്രിക്കീങ്ങൾ വന്ന് കെട്ടുന്നു, അടിക്കുന്നു, ചവിട്ടുന്നു. ഹത്താ സാറ ലാ യുറഫു അൻഫുഹു മിൻ വജ്ഹിഹി, ബോധം കെട്ടുന്ന രൂപത്തിൽ സിദ്ദീഖ് തങ്ങളെ ചവിട്ടുന്നു, അടിക്കുന്നു. ബോധം കെട്ട് വീണ അബൂബക്കർ തങ്ങളെ സ്വഹാബത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഫലം യുഫിക് ഇല്ലാ ആഖിറൻ നഹാർ, വൈകുന്നേരമാകുമ്പോ ബോധം തെളിയുന്നു. നബി തങ്ങളെ മുറ്റത്തേക്ക് പോയി വിഷയം അവതരിപ്പിക്കുന്നു. എന്റെ മുഅ്മിനീങ്ങളെ, സിദ്ദീഖ് തങ്ങൾ അവിടെ ആക്രമിക്കുന്നു, ചവിട്ടുന്നു, മുഖം പൊട്ടുന്ന രൂപത്തിൽ മുഖത്തെ കടിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്തു നിന്ന് സൂറത്തുർ റഹ്മാൻ ഉറക്കെ പാരായണം ചെയ്യുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ പിടിച്ചടിക്കുന്നു. മക്കയിലെ മുശ്രിക്കീങ്ങൾ അവിടെ ശകാരിക്കുന്നു. നബി തങ്ങൾ കഴിഞ്ഞാൽ ഇസ്ലാമിൽ രണ്ടാമതായി പരിശുദ്ധ ഖുർആൻ ഉറക്കെ ഓതിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദീൻ സ്വീകരിച്ചെന്ന് കേട്ടപ്പോ കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് അവിടുത്തെ യളാബയും കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് കെട്ടിയിട്ടടിക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു. എല്ലാ ത്യാഗങ്ങളും ഏറ്റുവാങ്ങുന്നു. മഹാനായ ബിലാൽ ഇബ്നു റബാഹ്, മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ അടിമയായിരുന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ വിശ്വസിച്ചപ്പോ, മുത്തുനബി തങ്ങളെ ഖൽബിന്റെ ഉള്ളിൽ കുടിയിരുത്തിയപ്പോ
മക്ക മുശ്രിക്കീങ്ങള് ചുട്ടുപൊള്ളുന്ന മറുഭൂമിയിലേക്ക് കൊണ്ടുപോയി നട്ടുച്ച സമയത്ത് ആക്രമിക്കുന്നു. വല്ലാത്ത വേദനിപ്പിക്കുന്നു. ഈ സാര്യ നാട്ടിലെ മുഅ്മിനീങ്ങളെ, ഇന്നിവിടെ ദീനെ നിലനിർത്താൻ തോക്ക് പിടിക്കേണ്ടതില്ല, ഇന്ന് പരിച പിടിക്കേണ്ടതില്ല, ഒരാളോടും യുദ്ധം ചെയ്യേണ്ടതില്ല, ഒരാൾക്കും കല്ലെറിയേണ്ടതില്ല. ഇത്തരത്തിലുള്ള ആശയം ആരെങ്കിലും പറഞ്ഞു തരുന്നവരുണ്ടെങ്കിൽ അത് നമുക്ക് ചേർന്നതല്ല. ഭീകരവാദം പഠിപ്പിക്കുന്നില്ല, തീവ്രവാദം പഠിപ്പിക്കുന്നില്ല. മക്ക മുഴുവനും NRC നടത്തി മക്ക രാജ്യത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുകളിൽ നോട്ടീസ് അബൂജഹലും അവിടുന്ന് സംഘടികരും പതിപ്പിച്ചപ്പോ, നബി തങ്ങളെ പട്ടിണിക്കിട്ടപ്പോ, നബി തങ്ങളൊന്നു റബ്ബിലേക്ക് ഇരിക്കരങ്ങൾ നീട്ടി റബ്ബേ ഒന്ന് നീ ശിക്ഷിക്കണ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ ഉഹുദ് പർവ്വതമൊന്നു മടക്കിയിട്ടാൽ മക്കക്കാരായ മുശ്രിക്കീങ്ങളുടെ കാര്യം തീരുന്നതേ ഉള്ളൂ. നബി തങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചില്ല. ശാന്തി പഠിപ്പിച്ച മുത്തുനബിയാണ്, നീതി പഠിപ്പിച്ച മുത്തുനബിയാണ്, സമാധാനം പഠിപ്പിച്ച മുത്തുനബിയാണ്. ബിലാൽ ഇബ്നു റബാഹ് തങ്ങളെ ആക്രമിക്കുന്നു. ബിലാൽ തങ്ങൾ അവിടുന്ന് ഏറ്റുവാങ്ങുന്നു. ആ ചുട്ടുപൊള്ളുന്ന മറുഭൂമിയിൽ ഞങ്ങളെ എങ്ങാനും ശിക്ഷിക്കുമ്പോ വേദന സഹിച്ച് ഞങ്ങളെങ്ങാനും ഈമാനു കുറവ് കൊണ്ട് വല്ലതും പറഞ്ഞു പോകും. ബിലാൽ തങ്ങളൊന്നും പറയുന്നില്ല. ഒന്നേ ഖൽബിലുള്ള അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. നട്ടുച്ച സമയത്ത് ചുട്ടുപൊള്ളുന്ന മറുഭൂമിയിലിട്ട് ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ ആക്രമിക്കുമ്പോ എന്റെ റബ്ബ് ഒരുവനാണ്, എന്റെ റബ്ബ് ഒരുവനാണ്. നിങ്ങൾ എന്നെ എത്ര ശിക്ഷിച്ചാലും, ഈ മറുഭൂമിയിലിട്ട് എന്നെ വധിച്ചു കളഞ്ഞാലും എന്റെ ആശയത്തിൽ മാറ്റമില്ല. ഈ രംഗം കണ്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ഇബ്നു ഖലഫിനോട് പറയുന്നു, ഉമയ്യത്ത് ഇബ്നു ഖലഫേ, നിന്റെ അടിമയാകുന്ന ബിലാൽ ഇബ്നു റബാഹിനെ ഞാൻ നിനക്ക് ചോദിച്ച പണം തരാം, നീ മോചിപ്പിക്കുമോ എന്ന്. ബിലാൽ തങ്ങളെ അക്രമിയുടെ കരങ്ങളിൽ നിന്ന്, ഉമയ്യത്തിന്റെ കരങ്ങളിൽ നിന്ന് ബിലാൽ തങ്ങളെ സിദ്ദീഖ് തങ്ങൾ മോചിപ്പിക്കുന്നു. ഞാൻ നിർത്തുകയാണ്. മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ തങ്ങളെ വാപ്പയാണ് യാസിർ തങ്ങൾ, അമ്മാർ തങ്ങളെ ഉമ്മയാണ് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ. ഈ മൂന്നാളുടെ ജീവിതം ഞങ്ങൾക്ക് ആദർശമാണ്, ഞങ്ങൾക്ക് മാതൃകയാണ്. അമ്മാർ തങ്ങളെ ശത്രുക്കൾ ഇസ്ലാം വിശ്വസിച്ചതിന്റെ പേരിൽ കഠോരമായ ശിക്ഷ കൊടുക്കുന്നു. വാപ്പയാകുന്ന യാസർ തങ്ങളെ ശിക്ഷിക്കുന്നു, ഉമ്മയാകുന്ന സുമയ്യ ബീവിയെ ശിക്ഷിക്കുകയാണ്. കാരണമൊന്നേ ഉള്ളൂ, അല്ലാഹുവിനെ വിശ്വസിച്ചു, മുത്തുനബി തങ്ങളെ ഖൽബിന്റെ ഉള്ളിൽ കുടിയിരുത്തി. അമ്മാർ തങ്ങളെ ശിക്ഷിക്കുന്നു. അമ്മാർ തങ്ങളെ ചുട്ടുപൊള്ളുന്ന മറുഭൂമിയിൽ ഇട്ടുകൊണ്ട് ശിക്ഷിക്കുകയാണ്. ശിക്ഷ ഏറ്റുവാങ്ങുന്നു. ദീനിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് അക്രമികളായ മുശ്രികീങ്ങൾ പറയുന്നു. അമ്മാർ തങ്ങൾ പിന്നോട്ടില്ല. അമ്മാർ തങ്ങളെ മറുഭൂമിയിലിട്ട് ശിക്ഷിക്കുമ്പോ മുത്തുനബി തങ്ങൾ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ആലു അമ്മാർ, അമ്മാറിന്റെ കുടുംബമേ,
സബ്റൻ യാ ആലു യാസർ, യാസറിന്റെ കുടുംബമേ അമ്മാർ തങ്ങളെ, യാസർ തങ്ങളെ, സുമയ്യ ബീവി നിങ്ങൾ ക്ഷമിച്ചുകൊള്ളണേ. ഫഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മുത്തുനബി തങ്ങളെ ക്ഷമിക്കാൻ പറയുന്നു. ശത്രുക്കൾ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അമ്മാർ തങ്ങൾ അവിടെ ശിക്ഷയേറ്റുവാങ്ങി ഷഹീദാകുന്നു. മഹദിയായ സുമയ്യ ഉമ്മ, ആ സുമയ്യ ഉമ്മയെ ചുട്ടുപൊള്ളുന്ന മറുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. അബൂജഹൽ എന്ന ധിക്കാരി, അതൊരു ചില്ലറ ധിക്കാരിയല്ല. ലോകത്ത് ഇതുവരെ കടന്നു വരാത്ത, ഇനി വരാനുമില്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയാണ് അബൂജഹൽ. ആ അബൂജഹൽ മറുഭൂമിയിലേക്ക് കൊണ്ടുപോയി സുമയ്യ ബീവിയെ കിടത്തുന്നു, ആക്രമിക്കുന്നു. അവിടുത്തെ മുന്തുവാരത്തിലേക്ക് ഇരുമ്പ് കൊണ്ട് കുത്തുന്നു. മറുഭൂമിയിൽ വേദന സഹിക്കാൻ പറ്റാതെ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ ഈ ലോകത്തോട് വിട പറയുന്നു. മഹാനായ യാസർ തങ്ങളെ മറുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. നല്ല ഉഷ്ണകാലത്ത്, ചൂടുകാലത്ത് ധരിക്കുന്നതായ, നല്ല തണുപ്പ് കാലത്ത് ധരിക്കുന്നതായ പടയങ്കി അവിടുന്ന് കൊണ്ടുപോയി മഹാനായ യാസർ തങ്ങൾക്ക് ധരിപ്പിക്കുന്നു. മറുഭൂമിയിൽ കിടത്തുന്നു. നെഞ്ഞിന്റെ മുകളിലേക്ക് പാറക്കല്ല് കൊണ്ടുവന്ന് വെക്കുന്നു. അമ്മാർ തങ്ങളെ, യാസർ തങ്ങളെ, സുമയ്യ ബീവിയെ, 3 പേരെയും കുടുംബങ്ങൾ ശിക്ഷിക്കുന്നു. മഹാനായ യാസർ തങ്ങള് ഇന്നത്തെ നമ്മുടെ ചൂടിനേക്കാളും എത്രയും 10 മടങ്ങാണല്ലോ. സൗദിയയുടെ ആ രാജ്യങ്ങളുടെ മറുഭൂമികളുള്ള ചൂട് പറയേണ്ടതില്ലല്ലോ. നല്ല ഇരുമ്പിനാലുള്ള പടയങ്കി ധരിച്ച് മറുഭൂമിയിൽ കിടത്തുന്നു. ചൂട് സഹിക്കാൻ പറ്റാതെ യാസർ തങ്ങളും ഷഹീദാകുന്നു. ആദ്യമായി ഇസ്ലാമിൽ ഷഹീദായ വനിത അത് സുമയ്യ ബീവിയാണ്. അവരുടെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. എന്തിനാണ് സ്വഹാബത്ത് ഈ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയത്? അവരെ കുടുംബങ്ങൾക്ക് വേണ്ടിയല്ല, അവരെ പറമ്പിന് വേണ്ടിയല്ല, അവരെ സമ്പത്തിന് വേണ്ടിയല്ല, അവരുടെ സ്വത്തിന് വേണ്ടിയല്ല, ഒന്നിനു മാത്രമാണ്. ഇന്ന് ഈ സാര്യയിൽ ദീന് നിലകൊള്ളാൻ, ഈ രാജ്യത്ത് ദീന് നിലകൊള്ളാൻ, ലോകത്ത് നിലകൊള്ളാൻ അന്ന് സ്വഹാബത്ത് സഹിച്ച ത്യാഗമാണ്. റബ്ബേ, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. യഥാർത്ഥ വിശ്വാസികളാക്കണേ അല്ലാഹ്. മഹാനായ സിന്നീറ റളിയല്ലാഹു അൻഹു ആകുന്ന സ്വഹാബിയെ ശത്രുക്കൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അവിടുന്ന് ശിക്ഷിക്കുന്നു. ഒരു ബന്ധുള്ള റൂമിലടച്ചിട്ട് ആ റൂമിലേക്ക് പുകയച്ച് ശ്വാസം മുട്ടിക്കുന്നു. ഇവരാരും ദീനിൽ നിന്ന് പിറകോട്ടു പോകുന്നില്ല, ദീനിൽ നിന്ന് പിന്നോട്ടു പോകുന്നില്ല. കാരണം അവരുടെ ലക്ഷ്യം ഭൗതിക ജീവിതമല്ല, അവരുടെ ലക്ഷ്യം ആഡംബരമല്ല, അവരുടെ ജീവിതം ഐശ്വര്യമല്ല, അവരുടെ ജീവിതം ഇവിടത്തെ ചന്തമല്ല. അവരെല്ലാം ജീവിതത്തിൽ കണ്ടത് അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ മുറ്റത്തേക്ക് വരുന്നു. ഖബറിന്റെ അടുത്തു നിന്ന് പൊട്ടിപ്പൊട്ടിക്കരയുന്നു. ഉസ്മാൻ തങ്ങളോട് ചോദിക്കുന്നു, അല്ലയോ ഉസ്മാൻ തങ്ങളെ, സ്വർഗത്തിന്റെ വിഷയം പറയുമ്പോൾ നരകത്തിന്റെ വേദനാജനകമായ ഭയാനകത പറയുമ്പോ
നിങ്ങൾക്ക് വല്ലാത്ത വിഷമമൊന്നും കാണാറില്ലല്ലോ. പക്ഷേ ഖബറെന്ന് കേൾക്കുമ്പോ ഖബറിന്റെ മുറ്റത്തേക്ക് പോയി പൊട്ടിക്കരയുന്നത് എന്തുകൊണ്ടാണ് ഉസ്മാൻ തങ്ങളെ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെന്ന് പറയുകയാണ്, എന്റെ മുത്തു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറമാകുന്ന ലോകത്തേക്ക്, മഅ്ശറയിലേക്ക്, സ്വർഗത്തിലേക്ക്, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോയി അവിടെയെല്ലാം വിജയിക്കണമെങ്കിൽ ആദ്യമായി നടക്കുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അത് ഖബറാണ്. ഖബറിലെങ്ങാനും രക്ഷപ്പെട്ടാൽ സിറാത്ത് പാലം ഈസിയാണ്, മഅ്ശറയിൽ രക്ഷപ്പെടുന്നതാണ്, ഹൗലിന്റെ അടുത്ത് വിജയം ലഭിക്കുന്നതാണ്. ആദ്യമായി ലഭിക്കുന്ന സ്റ്റെപ്പ് ഖബറാണ്. മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഈ ലോകത്ത് ഏറ്റവും നിന്ദ്യമാകുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല, ഇല്ലാ വൽ ഖബ്ർ. ഖബറല്ലാതെ ഒരു അത്രയും ഭയാനകതയുള്ള, അത്രയും പ്രയാസമുള്ള, അത്രയും വഷളാകുന്ന ഒരിടം ഞാൻ കണ്ടിട്ടില്ല ഉസ്മാനേ. മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ്. എന്റെ ഈമാനുള്ള ഉമ്മ, എന്റെ ശബ്ദം കേൾക്കുന്ന ബാപ്പമാരെ, യുവാക്കളെ, ഞാൻ നിർത്തുകയാണ്. ഞങ്ങളെ ഖബറിൽ ഞങ്ങൾ രക്ഷപ്പെടണ്ടയോ? ഞങ്ങളെ ആഖിറത്തിൽ വിജയം ലഭിക്കേണ്ടയോ? മുത്തുനബി തങ്ങളെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കേണ്ടയോ? സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ കടക്കേണ്ടയോ? ഇന്നൽ അബ്ദ ഇദാ ഉളിഅ ഫീ ഖബ്രിഹി, ഒരടിമയെ കൊണ്ടുപോയി ഖബറിൽ വെക്കപ്പെട്ടാൽ, നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തും ചുമലിൽ ചുമന്നുകൊണ്ട് നാട്ടുകാർ ദിക്റിന്റെ അകമ്പടിയോടുകൂടെ ഖബറിന്റെ അരികിലേക്ക് കൊണ്ടുപോയി 6 അടി ഖബറിലേക്ക് താഴ്ത്തി വെച്ച് ആ ഖബറാളിയുടെ അസ്ഹാബീങ്ങൾ അവിടുന്ന് പിരിഞ്ഞു വരുന്ന ഒരു രംഗമില്ലേ? ഖബറാളി ഖബറടക്കിയതിന്റെ ശേഷം മയ്യത്ത് കേൾക്കില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. സ്വഹീഹ് മുസ്ലിമും സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം. ഈ മയ്യത്തിനെ കൊണ്ടുപോയി ഖബറടക്കി വരുന്ന ആളുകളുടെ ഖബറിന്റെ വാറിന്റെ ശബ്ദമുണ്ടല്ലോ, ഖബറാളി കേൾക്കുന്നതാണ്. ഞങ്ങളെ അമലുകൾ അവർ കാണുന്നതാണ്, ഞങ്ങളെ പ്രവർത്തനങ്ങൾ അവർ വീക്ഷിക്കുന്നതാണ്. മരണമെന്നുള്ളത് ജീവിതത്തിന്റെ അവസാനമല്ല, മരണമെന്നുള്ളത് ജീവിതത്തിന്റെ തുടക്കമല്ല, മരണമെന്നുള്ളത് ഒരു കണ്ടിന്യൂ ജീവിതമാണ്. ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് പോയുള്ള ജീവിതമാണ് മരണമെന്നുള്ളത്, ആഖിറമാകുന്ന ലോകത്തുള്ളത്. അങ്ങനെ ഒരു മരണം, ഒരു മയ്യിത്ത് കൊണ്ടുപോയി ഖബറടക്കി ഖബറിന്റെ അവകാശികളാകുന്ന അസ്ഹാബീങ്ങളെല്ലാം മടങ്ങി വന്നാൽ അതാഹു മലക്കാൻ, 2 മലക്കുകൾ ഖബറാളിയുടെ അടുത്തേക്ക് വരുന്നു. ഫയുഖിദാനിഹി, ഖബറിലുള്ള ഖബറാളിയെ ഇരുത്തുന്നു. എന്നിട്ട് 2 പേരും ഖബറിലുള്ളവനോട് ചോദിക്കുന്നു, മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുലി ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളെ ഫോട്ടോ കാണിക്കുന്നു. ഇതാരാണെന്ന് ചോദിക്കുന്നു. മാ
കുന്ത തഖൂലു ഫീ ഹാദർ റജുൽ, ഈ കാണുന്ന ആളെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇയാളെ പരിചയമുണ്ടോ? എന്നോടും നിങ്ങളോടും സർവരോടും ഖബറിൽ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഫഅമ്മൽ മുഅ്മിനു ഫയഖൂലു, മുഅ്മിനായ മനുഷ്യൻ അവിടെ പറയുന്നതാണ് അഷ്ഹദു അന്നഹു അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. ആ സമയത്ത് അവിടുന്ന് മലക്കുകൾ പറയും ഉൻദുറു ഇലാ മഖഅദിക മിനന്നാർ, നരകത്തെ അവിടുന്ന് കാണിച്ചു കൊടുത്തൊരു പേടിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന സന്ദർഭം. നരകമെന്ന് ഖബറാളി വീക്ഷിക്കുമ്പോ അബ്ദലകല്ലാഹു ബിഹി മഖഅദം മിനൽ ജന്ന, അവിടുന്ന് അതാ ഒരു സർപ്രൈസ് ആണ് മലക്കുകൾ നടത്തുന്നത്. നിന്റെ പാർപ്പടം നരകമെന്ന് വീക്ഷിക്കാൻ കൽപ്പിച്ച് കാണിക്കപ്പെടുന്നത് സ്വർഗമാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനേ, ആ ഒരു രംഗത്ത് മുഅ്മിന മലക്കിനോട് പറയും, മലക്കേ എന്റെ ഭവനം സ്വർഗമാണോ? എന്റെ പാർപ്പടം സ്വർഗമാണോ? ഞാനൊന്ന് എന്റെ ആളുകളിലേക്ക്, എന്റെ വീട്ടിലേക്ക്, എന്റെ ഭാര്യയിലേക്ക്, എന്റെ മക്കളിലേക്ക്, എന്റെ കുടുംബങ്ങളിലേക്ക് മടങ്ങാൻ ഒരു ചാൻസ് തരുമോ? കാരണം എന്റെ കുടുംബങ്ങളോട് ഞാൻ സ്വർഗത്തിലാണെന്ന് പറയാൻ അവസരം തരുമോ എന്ന് മലക്കുകളോട് ചോദിച്ചാൽ ഇല്ല, വേണ്ട. നംകനൗമത്തിൽ അറൂഷ്, പുതിയാപ്പള കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ എന്തൊരു സന്തോഷത്തോടു കൂടെയാണ് മണവാട്ടിയുടെ കൂടെ കഴിയുന്നത്. ആ സന്തോഷത്തോടുകൂടെ, അതിനേക്കാളും ഉപരി സന്തോഷത്തോടുകൂടെ നീ കിടന്നുറങ്ങിക്കോ. നിനക്ക് പരാജയമില്ല, നിനക്ക് പേടിയില്ല, നീ പതരേണ്ടതില്ല, നിനക്ക് സ്വർഗമാണ്. വഅമ്മൽ മുനാഫിഖു വൽ കാഫിറു, മുനാഫിക്കായ മനുഷ്യൻ സത്യനിഷേധിയായ മനുഷ്യനാണോ? നബി തങ്ങളെ ഫോട്ടോ കാണിച്ചു ചോദിക്കുന്നു, ഈ മനുഷ്യനെ പരിചയമുണ്ടോ? ആ മനുഷ്യൻ മുനാഫിക്ക് പറയും, ഞാൻ ജീവിച്ചുള്ള കാലത്ത് നാട്ടിൽ പലരും മിന്നാലിന്നാളാണെന്ന് പറഞ്ഞിരുന്നു, ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഞാനും മുഹമ്മദ് നബിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ലാ അദ്രി കുന്തു അഖൂലു മാ യഖൂലുൻ നാസ്, ജനങ്ങൾ പറഞ്ഞതല്ലാതെ ഞാൻ എൻ്റെ ഖൽബിന്റെ അടിത്തട്ടിൽ നിന്ന് വിശ്വസിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ അവിടെന്ന് പറയുന്നതാണ് ലാ ദറൈത വലാ തലൈത, നീ ഹക്ക് മനസ്സിലാക്കാൻ മുന്നോട്ട് പോയില്ലല്ലോ. വലാ തലൈത ലാ തബിഅത നാജീന, അവിടെന്ന് വിശ്വസിച്ച ആളുകള്, വിജയിച്ച ആളുകള്, ആലിമീങ്ങള്, സാദാതീങ്ങള്, പണ്ഡിതന്മാര് പിന്നിൽ നീ പോകാൻ ശ്രമിച്ചില്ലല്ലോ. വിശദീകരിച്ചുകൊണ്ട് മുല്ല അലിയുൽ ഖാരി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, നീ മദ്ഹബിന്റെ ഇമാമിങ്ങളെ മുറുകെ പിടിച്ചില്ലല്ലോ, നീ ഒരു മദ്ഹബിന്റെ ഇമാമിനെ പിന്തുടർന്നില്ലല്ലോ. അവർ നിനക്ക് ദീനി പറഞ്ഞു തരുമ്പോ, മുത്തു നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു തരുമ്പോ അത് നീ വിശ്വസിക്കാതെ പിന്മാറിയല്ലോ. വയുളറബു ബിമതാരികിൻ മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള ചൂടുള്ള ദണ്ട് കൊണ്ട് അവന്റെ ശരീരത്തെ അടിക്കപ്പെടുന്നതാണ്. ഫയസ്വീഹ സ്വൈഹതൻ യസ്മഉഹാ മൻ യലി ഗൈറ സഖലൈൻ, ആ ശിക്ഷ മനുഷ്യരും ജിന്നുമല്ലാത്ത സർവചരാചരങ്ങളും കേൾക്കുന്നതാണ്. ആ ഒരടിയെങ്ങാനും മലക്കുകൾ കൊടുത്താൽ, ഒരു പർവ്വതത്തിലേക്ക് മലക്കിന്റെ ദണ്ട് കൊണ്ടെന്ന് അടിച്ചാൽ ഉഹുദ് പർവ്വതം പോലോത്ത പർവ്വതം പിളർന്നു പോകുമെന്ന് അവിടുന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോ ആ മനുഷ്യന്റെ ശരീരം ചിന്നിച്ചിതറുന്നു, നശിഞ്ഞു പോകുന്നു.
അവിടുന്ന് ശിക്ഷ അവസാനിക്കുന്നില്ല. വീണ്ടും റബ്ബു ശരീരം മടക്കി കൊടുക്കുന്നു, വീണ്ടും ശിക്ഷ ലഭിക്കുന്നു, വീണ്ടും മടക്കി കൊടുക്കുന്നു. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മടങ്ങുന്നത് വരെ അല്ലാഹ് ശിക്ഷിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഈമാനുള്ള മുഅ്മിനേ, മുത്തുനബി തങ്ങളെ മുറുകെ പിടിച്ചാൽ, മുത്തുനബി തങ്ങളെ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ കുടുങ്ങുന്ന രംഗമാണോ? ഖബറിലേക്ക് എത്തിയപ്പോൾ, മഹ്ശറയിലേക്ക് എത്തിയപ്പോൾ ശുപാർശ നടത്തി റബ്ബിനോട് ഞങ്ങളെ കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ, ആ ബന്ധം സ്ഥാപിക്കാനാണല്ലോ ഈ നാട്ടിലെ പള്ളിയിൽ സ്വലാത്ത് മജ്ലിസ് നടക്കുമ്പോ, അതുകൊണ്ട് ഈ നാട്ടിലെ യുവാക്കളെ സ്വലാത്ത് മജ്ലിസ് ഒഴിവാക്കുന്നവരാകരുതേ, സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാകണേ. കാരണം നാളെ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ഹബീബാണ്. ആരാരും രക്ഷക്കില്ലാത്ത മഹ്ശറാ ലോകത്ത് നഫ്സി നഫ്സി, സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചു നടക്കുന്നവര് വേദിയുണ്ട്. അവിടെ ഭാര്യ വേണ്ട, അവിടെ മക്കള് വേണ്ട, അവിടെ കുടുംബങ്ങള് വേണ്ട, അവിടെ നാട്ടുകാര് വേണ്ട, അവിടെ പണക്കാര് വേണ്ട, അവിടെ രാഷ്ട്രീയക്കാരന് വേണ്ട, അവിടെ അധികാരി വേണ്ട, രാജകീയ തമ്പുരാക്കന്മാർ അവിടെ വേണ്ട. അവിടെ വേണ്ടത് രക്ഷപ്പെടുത്തുന്നവരാരാണ്? എന്റെ നഫ്സ് എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന ചിന്തയിൽ സ്വന്തം ശരീരത്തെയോർത്ത് അവിടെ നോടി നടക്കുന്ന മഅ്ശറ ലോകമില്ലേ? ഉമ്മ കുഞ്ഞിനെ മറന്നു പോകുന്നു, ഭാര്യ ഭർത്താവിനെ മറന്നു പോകുന്നു, കൂട്ടുകാരൻ കൂട്ടുകാരനെ മറന്നു പോകുന്നു. ഒരാളും രക്ഷക്കില്ല. അവിടെയാണ് ശുപാർശക്ക് എല്ലാ അമ്പിയാക്കളും കഴിവടിഞ്ഞപ്പോ ശുപാർശ നടത്താൻ മുന്നിലേക്ക് വരുന്ന ഒരേ ഒരു നേതാവ് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബി തങ്ങളെ ഖൽബിന്റെ അടിത്തട്ടിൽ നിന്ന് സ്നേഹിക്കാൻ റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്വഹാബത്ത് സ്നേഹിച്ചതുപോലത്തെ ഒരു സ്നേഹം നമുക്ക് നബി തങ്ങളോട് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും റബ്ബേ അതിന്റെ ഒരു കണുകുമടിയുടെ അംശമെങ്കിലും മുത്തുനബി തങ്ങളോട് പ്രേമം കാണിക്കാൻ, മുത്തുനബി തങ്ങളെ ഖൽബിന്റെ ഉള്ളിൽ കുടിയിരുത്താൻ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സമയം അതിക്രമിച്ചിട്ടുണ്ട്. എല്ലാവരും മാപ്പ് നൽകണമെന്ന് നിങ്ങളോട് സമയം അതിക്രമിച്ചതുകൊണ്ട് 12 മണിയായിട്ടുണ്ട്. കൃത്യം 12 മണിയായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് നമ്മളെ ഈ മഹല്ലുമായി ബന്ധപ്പെട്ട് പല സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾക്ക് സഹകരിച്ച എത്രയോ മുഅ്മിൻ മുഅ്മിനാത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കെല്ലാം ഈ മജ്ലിസിൽ ഇവിടെ ഉസ്താദുമാരുണ്ട്, അവരെല്ലാം ദുആ നടത്തി തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ദുആ ചെയ്ത് അത് കഴിഞ്ഞ് എല്ലാവരും മടങ്ങണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ദുആകളിൽ ഞങ്ങൾക്കും എൻ്റെ മാതാപിതാക്കള്, കുടുംബങ്ങള്, മുത്തഅല്ലിമീങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ദുആകളിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളോട് അറിയിക്കുകയാണ്. റബ്ബേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാഹ്. നമ്മുടെ ഭാര്യ മക്കള്, നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.